ഹലോ എവറി വൺ, വെൽക്കം ടു എൻട്രി ആപ്പ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SBI ക്ലർക്ക് അതേപോലെ തന്നെ RRB ക്ലർക്കിന് വരുന്ന ടോപ്പ് 100 MCQന്റെ പാർട്ട് 3 വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പാർട്ട് 1ഉം പാർട്ട് 2ഉം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഇത് കാണുക. അപ്പോൾ ബേസിക്കലി ഇത് ജൂൺ മന്തിലെ ബേസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് 100 MCQ വരുന്നത്. നമ്മൾ മെയ് മന്തിലെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ജൂൺ മന്തിലെ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എന്തായാലും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താ നോക്കാം. വാട്ട് ഈസ് ദ തീം? ഒരു തീമാണ് ചോദിച്ചിരിക്കുന്നത്. ഓഫ് ദി വേൾഡ് നോ ടൊബാക്കോ ഡേ 2021 ഒബ്സർവ്ഡ് എവറി ഇയർ ബൈ ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഓൺ 31st മെയ്. അപ്പം മെയ് 31 എന്താ നോ ടൊബാക്കോ ഡേ 2021? അത് ആരാ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് ഇത് ഒബ്സർവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് നമ്മളോട് ചോദിച്ചേക്കുന്നത് അതിന്റെ തീം എന്താണ് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ സൊല്യൂഷൻ നോക്കാം. വേൾഡ് നോ ടൊബാക്കോ ഡേ ഈസ് ഒബ്സർവ് ഗ്ലോബലി ഓൺ 31st മെയ് എവറി ഇയർ ടു ഇൻഫോം ദി പബ്ലിക് ഓൺ ദി ഡേഞ്ചേഴ്സ് ഓഫ് യൂസിങ് ടൊബാക്കോ ആൻഡ് ടു ഡിസ്കറേജ് യൂസ് ഓഫ് ടൊബാക്കോ ഇൻ എനി ഫോം. ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനാണെന്ന് പറയുന്നുണ്ട്. തീം ഓഫ് ദി 2021 WNTD വേൾഡ് നോ ടൊബാക്കോ ഡേ എന്നാണ്. കമ്മിറ്റ് ടു ക്വിറ്റ് എന്നാണ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ് കമ്മിറ്റ് ടു ക്വിറ്റ്. അപ്പോൾ കമ്മിറ്റ് ടു ക്വിറ്റ് എന്നുള്ളത് ഓർത്തിരിക്കുക. കാരണം തീം ഒക്കെ നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഏരിയാസ് ആണ്. അവിടെ വലിയ റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി പറയുന്നുണ്ട് WNTD വാസ് ക്രിയേറ്റഡ് ബൈ ദ മെമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഓഫ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇൻ 1987. ടൊബാക്കോ സ്മോക്ക് കണ്ടെയ്ൻസ്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് വായിച്ചു നോക്കിയാൽ മതിയാകും. അപ്പൊ നമുക്ക് നേരെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നെയിം ദ ഇന്ത്യൻ വിമൻ ബോക്സർ who won the gold medal in the 2021 Asian Boxing Championship in 75 kilogram category. 75 കിലോഗ്രാം കാറ്റഗറിയിൽ ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ ഇന്ത്യൻ വിമൻ ബോക്സറിന്റെ പേരെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൊല്യൂഷൻ നോക്കാം. ഇന്ത്യൻ ബോക്സർ പൂജ റാണി വൺ ദ അനദർ ഗോൾഡ് മെഡൽ അറ്റ് ഏഷ്യൻ ലൈറ്റ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ആഫ്റ്റർ ഡിഫീറ്റിംഗ് മവ്ലുനോവ. ഉസ്ബെക്കിസ്ഥാനിയാണ്. അപ്പൊ ഈ പേര് വേണമെങ്കിൽ നോട്ട് ചെയ്ത് പഠിച്ചോളുക. മാവ്ലുഡ മോവ്ലോനോവ. അത് പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണോന്ന് അറിയില്ല, ബട്ട് നമുക്ക് അങ്ങനെ വായിച്ചു പഠിക്കാം. അപ്പൊ പൂജ റാണി എന്ന് പറയുന്ന ഇന്ത്യൻ വിമൻ ബോക്സർ ആണ് 75 കിലോഗ്രാം കാറ്റഗറിയിൽ ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ ഇന്ത്യൻ വിമൻ ബോക്സർ. ഡിഫീറ്റ് ചെയ്തതാണ് ഉസ്ബെക്കിസ്ഥാനിയായ മാവ്ലൂഡ മോവ്ലോനോവ. ഇതിങ്ങനെയാണോ പ്രൊനൗൺസ്? നല്ല പാടാണ് ഇങ്ങനെയുള്ള പേരുകൾ പ്രൊനൗൺസിയേഷൻ. ഓക്കെ. She has also qualified for Tokyo Olympics. Tokyo Olympics qualify ചെയ്തു എന്ന് പറയുന്നുണ്ട്. She secured first gold medal for India in Asian Championship 2021. She had won her maiden Asian boxing gold in 2019 in 81 kg event. അപ്പം പെർഫോമർ ആയിട്ടുള്ള 2019 പ്രൈസിന്റെ കാര്യവും പറയുന്നുണ്ട്. വായിച്ചു നോക്കുക. ഓക്കെ. സോ ലെറ്റ്സ് ഗോ ടു തേർഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. What is the total corpus of the PM Cares for Children scheme announced by the government for children who lost their parents to COVID-19? COVID-19 കാരണം അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട് PM Cares for Children എന്ന് പറയുന്ന സ്കീമിലെ ടോട്ടൽ കോർപ്പസ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് പറയുന്നുണ്ട് PM മോദി അനൗൺസ് വെൽഫെയർ മെഷേഴ്സ് ഫോർ ചിൽഡ്രൻ ഹു ലോസ്റ്റ് ദെയർ പാരന്റ്സ് ഡ്യൂ ടു COVID-19. ദേ ആർ ആസ് ഫോളോസ്. എന്തൊക്കെയാണ്? ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻ ദ നെയിം ഓഫ് ചൈൽഡ്. ഫസ്റ്റ് വൺ, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻ ദ നെയിം ഓഫ് ചൈൽഡ്. ടോട്ടൽ കോർപ്പസ് ഫണ്ട് വിൽ ബി rupees 10 lakh. 10 ലക്ഷമാണ് ടോട്ടൽ കോർപ്പസ് പറയുന്നത് ഫോർ ഈച്ച് ചൈൽഡ്. മന്ത്ലി സ്റ്റൈപ്പൻഡ് ആസ് പെർ ദി ഏജ് വിൽ ബി പ്രൊവൈഡഡ്. അപ്പം ഏജിനനുസരിച്ച് എന്തുകൊണ്ട് മന്ത്ലി സ്റ്റൈപ്പൻഡും ഉണ്ട്. അതാണ് അവിടെ പറയുന്നത്. എഡ്യൂക്കേഷൻ. ചിൽഡ്രൻ അണ്ടർ 10 years വിൽ ബി അഡ്മിറ്റഡ് ഇൻ KVs ഓർ ഇൻ പ്രൈവറ്റ് സ്കൂൾ. അപ്പൊ അവർക്ക് എന്തും കിട്ടും, എഡ്യൂക്കേഷനും കിട്ടും. ചിൽഡ്രൻ ബിറ്റ്വീൻ 11 to 18 years വിൽ ബി ഗിവൺ അഡ്മിഷൻ ഇൻ എനി സെൻട്രൽ ഗവൺമെന്റ് റെസിഡൻറ്റ് സ്കൂൾ. സോ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം വിൽ ഓൾസോ ബി ഗിവൺ. അപ്പൊ 3 കാര്യങ്ങളാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് കോർപ്പസ് 10 lakhും എഡ്യൂക്കേഷനും അതേപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസുമാണ് ഈ PM കെയേഴ്സ് ഫോർ ചിൽഡ്രനിൽ കുട്ടികൾക്ക് ലഭിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്യുക. സോ ലെറ്റ്സ് ഗോ ടു ഫോർത്ത് ക്വസ്റ്റ്യൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ. ATNA Glitchich Award. ATNA Glitchich Award has been awarded to India for outstanding contribution to which sport? അപ്പം ATNA Glitchich എന്നുള്ള അവാർഡ് ഏത് സ്പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തപ്പെട്ടു? ഹോക്കി ഇന്ത്യ ഹാസ് ബീൻ ഓണർഡ് വിത്ത് FIH honorary awards by the International Hockey Federation as part of 47th FIH Congress for its outstanding contribution to the sports of hockey.
അപ്പൊ ATNA ഗ്ലിച്ചിച്ച് എന്ന് പറയുന്ന അവാർഡ് ഏത് സ്പോർട്സ് റൂമുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു? ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. Hockey India won the ATNA Glitchich Award in recognition of his remarkable contribution to the growth and development of hockey. Apart from this, Karthikeyan Pandyan, VK Pandyan, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. The IAS officer and private secretary to Chief Minister of Odisha, Naveen Patnaik, has been recognized with FIH President Award during the Congress. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോക്കിയുടെ വേൾഡ് കപ്പ് വളരെ നന്നായിട്ട് നടത്തിയതിന്റെ പേരിൽ VK പാണ്ഡ്യൻ, അതായത് ഒഡീഷ നവീൻ പട്നായിക്കിന്റെ സെക്രട്ടറി ആയിട്ടുള്ള VK പാണ്ഡ്യന് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതും ഇതിന്റെ ഒരു റെഫറൻസ് ന്യൂസ് തന്നെയാണ്. അപ്പൊ ATNA ഗ്ലിച്ചിച്ച് അവാർഡ് എന്തിനാണ്? ഹോക്കിയുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെടുന്നു. ഹോക്കി ഇന്ത്യക്കാണ് ആ ഒരു അവാർഡ് കിട്ടിയത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഓഫ് ഷോർ പെട്രോൾ വെസൽ സജാഗ്, ഓക്കെ, സജാഗ് was recently commissioned by National Security Advisor ശ്രീ അജിത് ഡോവൽ. അപ്പൊ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആരാണ്? ശ്രീ അജിത് ഡോവൽ ആണ്. അപ്പൊ എന്ത് കമ്മീഷൻ ചെയ്തു? ഓഫ് ഷോർ പെട്രോൾ വെസൽ ആയിട്ടുള്ള സജാഗ് കമ്മീഷൻ ചെയ്തു. ആര്? ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. നമ്മുടെ ചോദ്യം എന്താ? ദ ഷിപ്പ് ഹാവ് ബീൻ ഡെവലപ്ഡ് ബൈ വിച്ച് ഓർഗനൈസേഷൻ? ഏത് ഓർഗനൈസേഷൻ ആണ് ഈ ഒരു ഷിപ്പ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. സൊല്യൂഷൻ നോക്കാം. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ has digitally dedicated Indian Coast Guard offshore petrol vessel Sajag to the nation. Sajag is third in series of 5 offshore petrol vessels indigenously designed and constructed by Goa Shipyard. The ship is fitted with the advanced technology equipment, weapon and sensors capable to carry twin-engine helicopter and 4 high-speed boats. ICG will undertake various operations in India, Indian Ocean region for maritime ഇൻട്രസ്റ്റ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മുടെ ഇതിന്റെ എന്താ പറയുന്നത്, ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? സജാഗ് എന്നുള്ള ഷിപ്പിന്റെ പേര്, ഓക്കെ, അത് കമ്മീഷൻ ചെയ്തത് ശ്രീ അജിത് ഡോവൽ ആണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഓഫ് ഷോർ പെട്രോൾ വെസൽ ആണ് ഈ സജാഗ് എന്ന് പറയുന്നത്. അത് ഗോവ ഷിപ്പ്യാർഡ് ആണ് കൺസ്ട്രക്ട് ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ അതിനകത്തൊന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു സിക്സ്ത് ക്വസ്റ്റ്യൻ. ആറാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. പോൾ Schlueter, ഇതെങ്ങനെയാന്ന് അനൗൺസ് ചെയ്തോളുക. ഹു ഹാസ് പാസ്ഡ് അവേ റീസെന്റ് വാസ് ദ ഫോർമർ പ്രൈം മിനിസ്റ്റർ ഓഫ് വിച്ച് കൺട്രി? അപ്പൊ ഇദ്ദേഹം ഒരു PM ആയിരുന്നു, ഫോർമർ PM. ആര്? പോൾ ഷ്ലെറ്റർ. അപ്പൊ ഇദ്ദേഹം ഏത് കൺട്രിയുടെ ഫോർമർ പ്രൈം മിനിസ്റ്റർ ആണ്? പോൾ ഷ്ലെറ്റർ, ദ ഫോർമർ പ്രൈം മിനിസ്റ്റർ ഓഫ് ഡെൻമാർക്ക്, ഹാസ് പാസ്ഡ് അവേ. ഡെൻമാർക്കിന്റെ ഫോർമർ പ്രൈം മിനിസ്റ്റർ ആണ് ആര്? പോൾ ഷ്ലെറ്റർ എന്നുള്ള ആള്. അപ്പൊ ഹി വാസ് 92, 92ാമത്തെ വയസ്സിലാണ്. ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം വായിച്ചു നോക്കുക. He was also a chairman of Conservative People's Party. അതും ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് തന്നെയാണ്. അപ്പൊ പോൾ ഷ്ലെറ്റർ എന്നുള്ള പേരും ഡെൻമാർക്കിന്റെ ഫോർമർ PM ആയിരുന്നു. ഒബിച്വറി ന്യൂസ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. സോ ലെറ്റ്സ് ഗോ ടു സെവൻത്ത് ക്വസ്റ്റ്യൻ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് സ്റ്റേറ്റ് ഹാസ് ലോഞ്ച് ദ അങ്കുർ സ്കീം? അപ്പൊ അങ്കുർ സ്കീം ടു എൻകറേജ് സിറ്റിസൺ ഫോർ പ്ലാന്റിംഗ് ട്രീസ് ഡ്യൂറിംഗ് മൺസൂൺ. അപ്പോ എന്താ പറയുന്നത്? പ്ലാന്റിംഗ് ട്രീസ് ഡ്യൂറിംഗ് മൺസൂൺ കാലത്ത് ട്രീസിനെ വെച്ചുപിടിപ്പിക്കുക, അതിനെ എൻകറേജ് ചെയ്യാനായിട്ട് അങ്കുർ സ്കീം എന്നുള്ള ഈ ഒരു സ്കീം കൊണ്ടുവന്നത് ആരാണ്, അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റ് ആണ് എന്നാണ് ചോദ്യം. സൊല്യൂഷൻ നോക്കാം. മധ്യപ്രദേശ് CM ശിവരാജ് സിംഗ് ചൗഹാൻ has launched a scheme Ankur under which citizens will be awarded for planting trees during monsoon. അപ്പൊ അവർക്ക് എന്ത് കിട്ടും? അവാർഡ് കിട്ടും. വിൽ ബി അവാർഡഡ് ഫോർ പ്ലാന്റിംഗ് ട്രീസ് ഡ്യൂറിംഗ് മൺസൂൺ. അപ്പൊ മധ്യപ്രദേശ് ഗവൺമെന്റ് ആണ് കൊണ്ടുവന്നത്. മധ്യപ്രദേശ് CM ആണ് ഇത് ലോഞ്ച് ചെയ്തത്. ആരാണ് മധ്യപ്രദേശ് CM? ശിവരാജ് സിംഗ് ചൗഹാൻ ആണ് മധ്യപ്രദേശ് CM at the time of June. Okay. Participants who will join the initiative will given Pranvayu Award to ensure public participation program. അപ്പൊ അവർക്ക് പ്രാൺവായു അവാർഡ് കിട്ടും ഇതിനകത്ത് ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക്. Under this sapling plantation campaign will be carried out. Participants will have to upload a picture while planting the sapling and then upload another photograph after taking care of the sapling for 30 days. അപ്പൊ ഫോട്ടോ എടുത്ത് പബ്ലിഷ് ചെയ്യലാണ് ഇവിടുത്തെ പരിപാടി. അപ്പൊ അതാണ് അങ്കുർ സ്കീം. അങ്കുർ സ്കീം ആരാണ് കൊണ്ടുവന്നത്? മധ്യപ്രദേശ് CM ആയിട്ടുള്ള ശിവരാജ് സിംഗ് ചൗഹാൻ ആണ് ഇത് ലോഞ്ച് ചെയ്തത്. അപ്പൊ സ്റ്റേറ്റ് ഇസ് മധ്യപ്രദേശ്. The scheme name is Ankur. Okay, note it. So let's go to 8th question. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. മേരി കോം ഹാസ് വൺ സിൽവർ മെഡൽ ഇൻ 2021 ASBC ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ്. അപ്പൊ 2021 ASBC ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ആർക്ക് സിൽവർ മെഡൽ കിട്ടി? മേരി കോമിന് സിൽവർ മെഡൽ കിട്ടി.
She was competing in which category event? ഏത് കാറ്റഗറി ഇവന്റിലാണ് മേരി കോം ASBC ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 2021 കോമ്പീറ്റ് ചെയ്തത് എന്നാണ് ചോദ്യം. ഇന്ത്യൻ പുഗിലിസ്റ്റ് മേരി കോം ലോസ്റ്റ് 2-time വേൾഡ് ചാമ്പ്യൻ നസീം കൈസായ്ബായ് ഓഫ് ഖസാക്കിസ്ഥാൻ. ഖസാക്കിസ്ഥാനിലുള്ള നസീം കൈസിയാബായുമായിട്ട് എന്താ പറയുന്നത് തോറ്റുപോയി. അതാണ് സിൽവർ കിട്ടിയത്. To settle for silver medal at the 2021 ASBC Asian Boxing Championship in Dubai on May 30. ഇതെവിടെ വെച്ചാൽ നടന്നതെന്നറിയാലോ? ASBC ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നത് ദുബായിൽ വെച്ചിട്ടാണ്. അവിടെ വെച്ച് ഖസാക്കിസ്ഥാനിയോട് തോറ്റാണ് മേരി കോമിന് എന്ത് കിട്ടിയത്? സിൽവർ മെഡൽ കിട്ടിയത്. The 5-time Asian Championship gold medalist Mary Kom was competing in high octane 51 kg final. For 51 kg, അപ്പം മേരി കോം ഈ ASBC ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 51 kg കാറ്റഗറിയിലാണ് കോമ്പീറ്റ് ചെയ്തത്. This is the second silver for Mary Kom at the Asian Championship, who has previously won silver in 2008. ലാസ്റ്റ് എപ്പോഴാണ്? 2008 ഇതിനു മുന്നേ ഈ ഒരു സിൽവർ മെഡൽ കിട്ടിയത് എന്നും പറയുന്നുണ്ട്. ബാക്കിയുള്ളത് വായിച്ചു നോക്കുക. ജസ്റ്റ് അറിയാനായിട്ട് വായിച്ചു നോക്കണമെങ്കിൽ വായിച്ചു നോക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണ്? മേരി കോമിന് സിൽവർ കിട്ടി. ഫസ്റ്റ് കിട്ടിയത് ഖസാക്കിസ്ഥാനി ആയിട്ടുള്ള നസീം കൈസിയാബായിക്കാണ്. ഓക്കെ, നടന്നത് ദുബായിൽ വെച്ചിട്ടാണ്. മെയ് 30 ഇത് നടന്നത്. 51 കിലോഗ്രാം കാറ്റഗറിയിലാണ് മേരി കോമിന് ഈ ഒരു സിൽവർ മെഡൽ കിട്ടിയത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 9th ക്വസ്റ്റ്യൻ. 9ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. Who is the author of the book Star Gazing, The Players in My Life? ഇപ്പൊ സ്റ്റാർ ഗേസിംഗ് എന്നുള്ള പേര് ആലോചിക്കുക. സ്റ്റാർ ഗേസിംഗ്, ദ പ്ലേയേഴ്സ് ഇൻ മൈ ലൈഫ്. ആരാണ്? ക്രിക്കറ്റ് ഓൾറൗണ്ടർ, കമന്റേറ്റർ ആൻഡ് കോച്ച് രവി ശാസ്ത്രി. അപ്പൊ രവി ശാസ്ത്രിയുടെ ബുക്കാണ് ഏത്? സ്റ്റാർ ഗേസിംഗ്. അപ്പൊ സ്റ്റാർ ഗേസിംഗ് റിലേറ്റഡ് ടു രവി ശാസ്ത്രി എന്നുള്ളത് ഓർത്തിരിക്കുക. അതിന്റെ സ്റ്റാർ ഗേസിംഗിന്റെ എക്സ്പ്ലനേഷൻ ആണ് ദ പ്ലേയേഴ്സ് ഇൻ മൈ ലൈഫ്. ഓക്കെ, ആ ബുക്കിന്റെ ഫുൾ പേര് പറയുമ്പോൾ സ്റ്റാർ ഗേസിംഗ് ദ പ്ലേയേഴ്സ് ഇൻ മൈ ലൈഫ് എന്നാണ്. ഇത് രവി ശാസ്ത്രി എഴുതിയ ബുക്കാണ്. അതാണ് സ്റ്റാർ ഗേസിംഗ് ദ പ്ലേയേഴ്സ് ഇൻ മൈ ലൈഫ്. പിന്നെ പറയുന്ന ന്യൂ പോയിന്റ്സ്, ദ ബുക്ക് വിൽ ബി പബ്ലിഷ്ഡ് ബൈ ഹാർപ്പർ കോളിൻസ് ഇന്ത്യ. ഹാർപ്പർ കോളിൻസ് ആണ് ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. ഇറ്റ്സ് ബീൻ co-authored by Ayaz Memon and will be released on June 25. ജൂൺ 25 റിലീസ്ഡ് ആകും. ഓൾറെഡി നമ്മൾ ഇപ്പോൾ പഠിക്കുമ്പോൾ അതെങ്ങനെ പഠിക്കണം? ഓൾറെഡി റിലീസ്ഡ് ആയി എന്ന് പഠിക്കണം. ഓക്കെ, രവി ശാസ്ത്രി ഹാസ് റിട്ടൺ അബൌട്ട് സം 60 extraordinary talents he has met from across the world who have inspired him in the book. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് പറയുന്നത്. നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്താണ്? സ്റ്റാർ ഗേസിംഗ് ദ പ്ലേയേഴ്സ് ഇൻ മൈ ലൈഫ് എന്നുള്ളത് രവി ശാസ്ത്രിയുടെ ബുക്കാണ്. അത് പബ്ലിഷ് ചെയ്തത് ഹാർപ്പർ കോളിൻസ് ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 10th question. So 10th question നോക്കാം. Who is the author of the book Savarkar, A Contested Legacy 2024-1966? അപ്പൊ സവർക്കർ എ കോണ്ടസ്റ്റഡ് ലെഗസി എന്ന് പറയുന്ന ബുക്കിന്റെ ഓഥർ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സവർക്കർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഫേമസ് പേഴ്സൺ ആണ്. 1924-1966 കാലഘട്ടത്തിൽ ജീവിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബുക്ക് ടൈറ്റിൽ വന്നത്. ഇസ് ഓൾസോ സെറ്റ് ഹിറ്റ് ദ സ്റ്റാൻഡേർഡ് ഓൺ July 26 ഓൺ ദി ഒക്കേഷൻ ഓഫ് 138th ബർത്ത് ആനിവേഴ്സറി ഓഫ് ഹിന്ദുത്വ ഐഡിയോളജി. ഓക്കെ, the book is been authored by the historian Vikram Sampath on the life and works of Veer Savarkar and is the 5th volume of his series on Savarkar. അപ്പൊ സവർക്കർ എന്ന് പറഞ്ഞാൽ ഫുൾ നെയിം വീർ സവർക്കർ എന്നാണ്. അപ്പൊ ഇതിന്റെ ഓഥർ ആരാണ്? വിക്രം സമ്പത്ത് ആണ്. വിക്രം സമ്പത്തിന്റെ ബുക്കാണ് സവർക്കർ എ കോണ്ടസ്റ്റഡ് ലെഗസി എന്നുള്ളത്. ഇറ്റ് വിൽ ബി പബ്ലിഷ്ഡ് ബൈ പെൻഗ്വിൻ റാൻഡം ഹൗസ് ഇന്ത്യ. നേരത്തെ ബുക്ക് ഹാർപ്പർ കോളിൻസ് ആണെങ്കിൽ ഈ ബുക്ക് പെൻഗ്വിൻ ഇന്ത്യ ആണ് ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത് ആലോചിക്കുക. ബുക്ക് വിൽ കവർ ദ സ്റ്റോറി ഓഫ് വൺ ഓഫ് ദ മോസ്റ്റ് കണ്ടന്റസ് പൊളിറ്റിക്കൽ തിങ്കേഴ്സ് ഓഫ് ദി 20th century ഫ്രം 1924-1966 സമയത്തെ കാര്യങ്ങളെ പറ്റിയിട്ടാണ് ആ ബുക്കിൽ പറയുന്നത് എന്നുള്ളതാണ് ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ സവർക്കർ എ കോണ്ടസ്റ്റഡ് ലെഗസി എന്നുള്ള ഈ ഒരു ബുക്ക് അതിന്റെ ഓഥർ ആരാണ്? വിക്രം സമ്പത്ത് ആണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യുക. സോ ലെറ്റ്സ് ഗോ ടു 11th question. When is the UN recognized Global Day of Parents? Global Day of Parents celebrated globally. അപ്പൊ UN ആണ് ഇത് റെക്കഗ്നൈസ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. എന്നാണ് ചോദ്യം. സൊല്യൂഷൻ നോക്കാം. ഗ്ലോബൽ ഡേ ഓഫ് പേരൻസ് ഈസ് ഒബ്സർവ്ഡ് എവറി ഇയർ ഓൺ June 1st. അപ്പൊ June 1st, ജൂൺ ആദ്യത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ഗ്ലോബൽ ഡേ ഓഫ് പേരൻസ് ആണ്. നമുക്ക് ഇത് ഓർത്തിരിക്കാൻ ഒരു ക്ലൂ ഉണ്ട്. ജൂൺ 1 സ്കൂളുകൾ മിക്കവാറും തുറക്കുന്നത്. എന്നുവെച്ചാൽ നമുക്ക് അങ്ങനെ പറയാം. ഇപ്പൊ June 1 സ്കൂളുകൾ തുറക്കുന്ന ടൈമിൽ
പാരന്റ്സിനെ ഗ്ലോബൽ ആയിട്ട് ആദരിക്കുന്നു. ഓക്കെ, അപ്പൊ ജൂൺ 1 ആണ് ഗ്ലോബൽ ഡേ ഓഫ് പാരന്റ്സ്. ഞാൻ ജസ്റ്റ് ഒരു ക്ലൂ മാത്രമാണ് പറഞ്ഞത്. ഇതെന്തിനാണ്? അപ്രീഷിയേറ്റ് ഓൾ പാരന്റ്സ് ഇൻ ഓൾ പാർട്സ് ഓഫ് ദ വേൾഡ് ഫോർ ദിയർ സെൽഫ്ലെസ് കമ്മിറ്റ്മെന്റ് ടു ചിൽഡ്രൻ ആൻഡ് ദിയർ ലൈഫ് ലോങ് സാക്രിഫൈസ് ടുവേർഡ്സ് നർച്ചറിംഗ് ദിസ് റിലേഷൻഷിപ്പ്. UN General Assembly declared the first ever Global Day of Parents in 2002. 2012 ആദ്യത്തേത്. ഇതിനൊരു തീം ഉണ്ട്, അപ്രീഷിയേറ്റ് ഓൾ പാരന്റ്സ് ത്രൂ ഔട്ട് ദ വേൾഡ്. അതാണ് ഇതിന്റെ തീം എന്ന് പറയുന്നത്. അപ്പൊ ജൂൺ 1 വന്ന ഗ്ലോബൽ ഡേ ഓഫ് പാരന്റ്സിന്റെ തീമാണ് അപ്രീഷിയേറ്റ് ഓൾ പാരന്റ്സ് ത്രൂ ഔട്ട് ദ വേൾഡ്. The day aims to stimulate awareness of the importance of parenthood. Okay, so let's go to 12th question. അപ്പൊ 12ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. As per OECD, what is the GDP growth rate estimated for Indian economy in financial year 2022? OECDയുടെ GDP growth അനുസരിച്ച് ഫൈനാൻഷ്യൽ ഇയർ 2022 ഇന്ത്യയുടെ GDP ഗ്രോത്ത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. OECDയുടെ ഫുൾ ഫോം എന്താ? ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ആണ് OECD. അവർ ഇതേപോലെ തന്നെ GDP ഗ്രോത്ത് ഇടയ്ക്കിടയ്ക്ക് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കും. ഹാസ് കട്ട് ദ ഗ്രോത്ത് പ്രൊജക്ഷൻ ഫോർ ഇന്ത്യ ടു 9.9%. അപ്പം OECDയുടെ ആണ് 9.9% in financial year 2021-22 from its previous estimate of 12.6. മുന്നത്തെ എത്രയായിരുന്നു? 12.6 ആയിരുന്നു. അവിടുന്ന് കട്ട് ഡൗൺ ചെയ്ത് 9.9% ആക്കി എന്നാണ് പറയുന്നത്. Downward revision is due to the second wave of COVID infections that has posed economic recovery in the country. അതുകൊണ്ടാണ്. However, OECD has revised upward the GDP growth projection for global economy and now expect it to grow at 5.8% in 2021 compared with 4.2 projected in December. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് അതിനകത്ത് പറയുന്നത്. അപ്പം OECDയുടെ 9.9 ആണ് ജൂണിലെ OECDയുടെ ഇന്ത്യയുടെ ഫൈനാൻഷ്യൽ ഇയർ 2022 GDP ഗ്രോത്ത് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 13th ക്വസ്റ്റ്യൻ. 13ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. A group of ministers has been constituted by GST Council to examine GST exemption on COVID-19 relief materials. Who is the chairperson of the panel? അപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആര്? GST കൗൺസിൽ. എന്തിനാ? COVID-19 റിലീഫ് മെറ്റീരിയൽസിനെ GST എക്സംഷനെ ആ ഒരു കാര്യത്തിനെ എക്സാമിൻ ചെയ്യാനും അതിനെ പറ്റിയിട്ടൊരു റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിന്റെ ചെയർപേഴ്സൺ ആരാണ് എന്നാണ് ചോദ്യം. സൊല്യൂഷൻ നോക്കാം. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കൗൺസിൽ ഹാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് 8-member ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് പാനൽ ടു എക്സാമിൻ GST exemption on COVID-19 relief materials such as vaccine, drugs, testing kits and ventilators. അപ്പൊ എന്തൊക്കെയാണ്? വാക്സിൻ, ഡ്രഗ്, ടെസ്റ്റിംഗ് കിറ്റ്സ് ആൻഡ് വെന്റിലേറ്റേഴ്സ്, ഇവയ്ക്കൊക്കെ GST എക്സംഷന് വേണ്ടിയിട്ട് അത് ആ ഒരു കാര്യം എക്സാമിൻ ചെയ്യാനായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിനെ ആര് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു? GST കൗൺസിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദിസ് പാനൽ വിൽ ബി ഹെഡഡ് ബൈ മേഘാലയ CM കൊണാഡ് കെ സാങ്മ. അപ്പോൾ മേഘാലയയുടെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള കൊണാഡ് കെ സാങ്മയാണ് ഈ ഒരു പാനലിന്റെ ചെയർപേഴ്സൺ അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഹെഡ് എന്ന് പറയുന്നത്. പ്രസന്റ്ലി 5% GST ഈസ് ലെവിഡ് ഓൺ ഡൊമസ്റ്റിക്കലി മാനുഫാക്ചർഡ് വാക്സിൻ ആൻഡ് 12% GST ഫോർ കോവിഡ് ഡ്രഗ്സ് ആൻഡ് ഓക്സിജൻ കോൺസെൻട്രേറ്റ്. അപ്പം 5ഉം 12ഉമായിട്ട് ഇപ്പോൾ GST ഉണ്ട്. അപ്പം അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനും അതിനെ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ടാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിനെ GST കൗൺസിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അതിന്റെ ഹെഡ് എന്ന് പറയുന്നത് മേഘാലയ CM ആയിട്ടുള്ള കൊണാഡ് കെ സാങ്മയാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 14th ക്വസ്റ്റ്യൻ. Who is the author of the book Languages of Truth Essays 2003-2020? അപ്പൊ ലാംഗ്വേജസ് ഓഫ് ട്രൂത്ത് എസ്സൈസ് 2003-2020 ഇതൊരു ബുക്കാണ്. അതിന്റെ ഓഥർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ നോട്ടഡ് നോവലിസ്റ്റ് Salman Rushdie has come out with his new essay collection titled Languages of Truth. അപ്പൊ ആരാണ്? സൽമാൻ റഷീദ് ആണ്, നോട്ടഡ് നോവലിസ്റ്റ് ആണ്. ഓക്കെ, ദ ബുക്ക് ഹാസ് ബീൻ പബ്ലിഷ്ഡ് ബൈ റാൻഡം ഹൗസ്. റാൻഡം ഹൗസ് ആണ് ഈ ബുക്ക് പബ്ലിഷ് ചെയ്തത്. In this new book, the author talks about the view and imagination of the change in literature and culture written between 2003 and 2020. 2003-നും 2020-നും ഇടയ്ക്കുള്ള ലിറ്ററേച്ചറിലും കൾച്ചറിലും വന്ന ചേഞ്ചിനെ പറ്റിയിട്ട് പറയുന്ന ഒരു ബുക്കാണ് ലാംഗ്വേജസ് ഓഫ് ട്രൂത്ത് എസ്സൈസ് 2003-2020. അത് പബ്ലിഷ് ചെയ്ത റാൻഡം ഹൗസ് ആണ്. അതിന്റെ ഓഥർ എന്ന് പറയുന്നത് സൽമാൻ റഷീദ് ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 15th ക്വസ്റ്റ്യൻ. Who has been appointed as the new Director General of National Investigation Agency, NIA,
നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ന്യൂ ഡയറക്ടർ ജനറൽ ആയിട്ട് അപ്പോയിന്റ് ചെയ്തത് ആരാണ് എന്നാണ് ചോദ്യം. ആൻസർ നോക്കാം. ദ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് CRPF ഡയറക്ടർ ജനറൽ കുൽദീപ് സിംഗ്. ഓക്കെ, ആരാണ്? CRPF ജനറൽ ആയിട്ടുള്ള കുൽദീപ് സിംഗ് ആണ് ഹാസ് ബീൻ ഗിവൺ ദ അഡീഷണൽ ചാർജ് ആസ് ദി DG ഓഫ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. അപ്പൊ CRPFന്റെ ഡയറക്ടർ ജനറൽ ആയിട്ടുള്ള കുൽദീപ് സിംഗിനാണ് ഈ ഒരു അഡീഷണൽ ചാർജ് കിട്ടിയിരിക്കുന്നത്. ഏത് അഡീഷണൽ ചാർജ്? നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ ആയിട്ടുള്ള അഡീഷണൽ ചാർജ് ബൈ ദ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. So Kuldeep Singh, a 1986 batch West Bengal cadre officer, is currently serving Director General of CRPF since March 16. As the Chief of NIA, Singh will replace YC Modi, a 1984 batch IPS officer who superannuated on May 31. ഇതിന് മുന്നേ ആരാന്ന് പറയുന്നുണ്ട്? YC മോഡി ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം NIAയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആയിട്ട് ആരാണ്? കുൽദീപ് സിംഗ് ആണ്. അദ്ദേഹം CRPFന്റെ ഡയറക്ടർ ജനറൽ ആണ്. ഇപ്പോൾ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ കൂടെ അഡീഷണൽ ചാർജ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 16th ക്വസ്റ്റ്യൻ. The Food and Agricultural Organization of United Nations celebrate World Milk Day every year on dash. അപ്പോൾ വേൾഡ് മിൽക്ക് ഡേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാരാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ദ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ഓഫ് ദി യുണൈറ്റഡ് നേഷൻ. ഇപ്പോൾ വേൾഡ് മിൽക്ക് ഡേ എന്നാണ്? ജൂൺ 1 തന്നെയാണ്. ഇപ്പൊ ജൂൺ 1 നമ്മളൊരു പേരൻസ് ഡേ പറഞ്ഞായിരുന്നു, ഗ്ലോബൽ. അപ്പൊ അവിടെ തന്നെ വേൾഡ് മിൽക്ക് ഡേയും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, സോ റെക്കഗ്നൈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് മിൽക്ക് ആസ് എ ഗ്ലോബൽ ഫുഡ് ആൻഡ് പ്രൊവൈഡ് ദ ഓപ്പർച്യൂണിറ്റി ടു ബ്രിങ് അറ്റൻഷൻ ടു ആക്ടിവിറ്റീസ് ദാറ്റ് ആർ കണക്റ്റഡ് വിത്ത് ദ ഡയറി സെക്ടർ. The International Day was established by the Food and Agriculture Organization of the United Nations in 2001. Theme of 2021 is Sustainability in the Dairy Sector. So Sustainability in the Dairy Sector എന്നാണ് ഈ വേൾഡ് മിൽക്ക് ഡേയുടെ തീം. വേൾഡ് മിൽക്ക് ഡേ എന്നാണ്? ജൂൺ 1 ആണ്. ഇത്രയും കാര്യങ്ങൾ അതിനകത്തൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യുക. സോ ലെറ്റ്സ് ഗോ ടു 17th ക്വസ്റ്റ്യൻ. Which fertilizer manufacturing company has introduced the world's first നാനോ യൂറിയ ലിക്വിഡ് ഫോർ ഫാർമേഴ്സ്? അപ്പൊ നാനോ യൂറിയ ലിക്വിഡ് ഫാർമേഴ്സിന് വേണ്ടിയിട്ട് നാനോ യൂറിയ ലിക്വിഡ് ലോകത്തിലെ ആദ്യത്തെ സംഭവമാണ് നാനോ യൂറിയ ലിക്വിഡ്. അത് ഫാർമേഴ്സിനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് ഫെർട്ടിലൈസർ മാനുഫാക്ചറിങ് കമ്പനിയാണ് എന്നാണ് ചോദ്യം. സൊല്യൂഷൻ നോക്കാം. ലീഡിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി IFFCO has launched the world first nano urea for farmers across the world. The indigenously developed nano urea will be in liquid form. അപ്പൊ ആരാണ്? IFFCO, IFFCO ആണ് ഈ ഒരു നാനോ യൂറിയ, വേൾഡ്സ് ഫസ്റ്റ് നാനോ യൂറിയ ലിക്വിഡ് ഫോർ ഫാർമേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. The production of the urea will begin from June 2021. The price of nano urea has been fixed at 240 per 500 ml bottle. അപ്പം 500 ml ബോട്ടിലിന് 240 ആണ്. അപ്പം 500 1 ലിറ്റർ ആകുമ്പോൾ എത്ര വരും? 480 വരും. ദിസ് ഇസ് 10% cheaper than the cost of bag of conventional urea. കൺവെൻഷണൽ യൂറിയ കാട്ടി 10% ചീപ്പർ ആണ് എന്നും പറയുന്നുണ്ട്. ഫാർമേഴ്സ് ക്യാൻ ഗെറ്റ് ദ നാനോ യൂറിയ ഫ്രം IFFCO ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ifcobazaar.in. അപ്പൊ ഇതിൽ നിന്നാണ് അത് കിട്ടുന്നതെന്നും പറയുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നോട്ട് ചെയ്യണമെങ്കിൽ നോട്ട് ചെയ്തോളുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നാനോ യൂറിയ ലിക്വിഡ് ഫോർ ഫാർമേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? IFFCO ആണ്. നോട്ട് ചെയ്യുക. സോ ലെറ്റ്സ് ഗോ ടു 18th ക്വസ്റ്റ്യൻ. Who has been elected as the president industry body, the Confederation of Indian Industry CII for 2021-22? അപ്പൊ ആരാണ് പ്രസിഡന്റ് ആയിട്ട് എലക്ട് ചെയ്തത്? എന്തിന്റെ? കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ. ആൻസർ നോക്കാം. TV Narendran, the MD and CEO of Tata Steel, has been elected as the new president of Industry Chamber, Confederation of Indian Industry for 2021-22. അപ്പൊ ടാറ്റ സ്റ്റീലിന്റെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവുമായിട്ടുള്ള TV നരേന്ദ്രനാണ്. TV നരേന്ദ്രൻ ഓർത്തിരിക്കുക. TV നരേന്ദ്രനാണ് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ പുതിയ പ്രസിഡന്റ് ആയിട്ട് ചാർജ് എടുത്തത്. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ ഇത് വെരി ഇമ്പോർട്ടന്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ന്യൂസ് ആണ്. ഓക്കെ, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ പുതിയ പ്രസിഡന്റ് ആരാണ്? TV നരേന്ദ്രനാണ്. അദ്ദേഹം ആരാണ്? MD ആൻഡ് CEO ഓഫ് ടാറ്റ സ്റ്റീൽ ആണ്. ഹി റീപ്ലേസ് ഉദയ് കൊട്ടാക്, the CEO MD of Kotak Mahindra Bank. മുമ്പ് ആരായിരുന്നു? കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് CEO ആൻഡ് MD ആയിട്ടുള്ള ഉദയ് കൊട്ടക് ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്തിട്ടാണ് TV നരേന്ദ്രൻ ഈ ഒരു കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നത്. നരേന്ദ്രൻ ഹാഡ് ആൾസോ ബീൻ പ്രസിഡന്റ് ഡെസിഗ്നേറ്റഡ് ഓഫ് 2020-21. Apart from this, Pawan Munjal, chairman and CEO of Hero Motocorp Limited, has been robbed in as vice president of CII. ഇപ്പൊ ഹീറോ മോട്ടോകോർപ്പിന്റെ CEO ആയിട്ടുള്ള പവൻ മുഞ്ചാലിനെ പറ്റിയിട്ട് വൈസ് പ്രസിഡന്റ് ആണെന്നുള്ള കാര്യവും അവിടെ
സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 19th question. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. How many horticulture clusters have been identified by the Ministry of Agriculture and Farmers Welfare, for which 12 have been selected for the pilot launch of the Horticulture Cluster Development Program? Appo, how many horticulture clusters have been identified by the Ministry of Agriculture and Farmers Welfare? അപ്പം MOAFW ഐഡന്റിഫൈ ചെയ്തത് എത്ര ഹോർട്ടിക്കൾച്ചർ ക്ലസ്റ്റേഴ്സ് ആണ്? അതിൽ ഓഫ് വിച്ച് 12 have been selected for the പൈലറ്റ് ലോഞ്ച് ഓഫ് ദി ഹോർട്ടിക്കൾച്ചർ ക്ലസ്റ്റർ ഡെവലപ്മെന്റ് പ്രോഗ്രാം. 12 എണ്ണം പൈലറ്റ് ലോഞ്ചിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തു എന്നും പറയുന്നുണ്ട്. അപ്പൊ ആകെ എത്ര എണ്ണം ഐഡന്റിഫൈ ചെയ്തു എന്നാണ് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. യൂണിയൻ അഗ്രികൾച്ചർ മിനിസ്റ്റർ നരേന്ദ്ര സിംഗ് തോമർ ഹാസ് വിർച്വലി ലോഞ്ച്ഡ് ഹോർട്ടിക്കൾച്ചർ ക്ലസ്റ്റർ ഡെവലപ്മെന്റ് പ്രോഗ്രാം ടു എൻഷുർ ഹോളിസ്റ്റിക് ഗ്രോത്ത് ഓഫ് ഹോർട്ടിക്കൾച്ചർ. ഇതാണ് ന്യൂസ്. It will be implemented in 12 horticulture clusters out of the total 53 clusters in pilot phase. It is central sector program and is being implemented by National Horticulture Board NHB of Ministry of Agriculture. Aim endana developing identified horticulture clusters to make them globally competitive. അപ്പോൾ എന്താണ്? It will be implemented in 12 horticulture clusters out of the total 53 clusters. 53 ക്ലസ്റ്റേഴ്സിൽ 12 എണ്ണമാണ് എന്ത് പൈലറ്റ് ലോഞ്ചിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്, നോട്ട് ചെയ്യുക. സോ ലെറ്റ്സ് ഗോ ടു 20th question. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which IIT has developed AmbiTag? Okay, നോട്ട് ചെയ്യുക. AmbiTag, a device that records ambient temperature during the transportation of vaccines, body organs and blood. ഇപ്പോൾ വാക്സിൻ, ബോഡി ഓർഗൻ, ബ്ലഡ് ഇവയുടെ ട്രാൻസ്പോർട്ടേഷന്റെ ആ സമയത്ത് ആംബിയൻ ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ആംബി ടാഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഡെവലപ്പ് ചെയ്തത് ഏത് IIT ആണ് എന്നാണ് ചോദ്യം. IIT Ropar has developed India's first indigenous temperature data logger named as AmbiTag in Punjab for the cold chain management. It is a IoT device that recognized real-time ambient temperature during perishable products transportation, vaccine, body organs and blood to check particular item transported from anywhere in the world is still usable or perished due to temperature variation. It has been developed under Technology Innovation Hub, Award and Scratch Nest. അപ്പൊ അത് ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ഓർത്തിരിക്കുക. ഇത് ഡെവലപ്പ് ചെയ്തത് ആരുടെ, ഏത് ഹബിന്റെ അണ്ടറിലാണ്? ഇൻ അവാർഡ് ആൻഡ് സ്ക്രാച്ച് നെസ്റ്റിന്റെ അണ്ടറിലാണ്. ഇതെന്തിനാണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ IIT റോപ്പാർ ആണ് ഇങ്ങനെ ഒരു ആംബി ടാഗ് എന്നുള്ള ഈ ഒരു ടെമ്പറേച്ചർ റെക്കോർഡിംഗ് ഡിവൈസ് അല്ലെങ്കിൽ IoT ഡിവൈസ്, ഈ ഒരു റിയൽ ടൈം ആംബിയൻ ടെമ്പറേച്ചർ ഡിവൈസ് സെറ്റ് ചെയ്തത് അല്ലെങ്കിൽ ലോഞ്ച് ചെയ്ത് അല്ലെ ഡെവലപ്പ് ചെയ്ത ആരാണ്? IIT റോപ്പാർ ആണ്. അപ്പൊ ആംബി ടാഗ് എന്നുള്ളത് IIT റോപ്പാർ എന്നുള്ളതുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 21st question. 21ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. The United Nations recognized the World Bicycle Day is celebrated globally on which date? വേൾഡ് ബൈസിക്കിൾ ഡേയുടെ കാര്യമാണ് പറയുന്നത്. യുണൈറ്റഡ് നേഷൻ റെക്കഗ്നൈസ് ചെയ്തത്. അപ്പൊ അതെന്നാണ്? On 3rd June, United Nations celebrate World Bicycle Day every year on 3rd June to advance the use of bicycle as the means of fostering sustainable development. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നോട്ട് ചെയ്തോളുക. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 22nd question. Name the Indian men boxer who has won the gold medal in 91 kg category in Asian Boxing Championship 2021. അപ്പൊ ഇന്ത്യൻ മെൻ ബോക്സർ ആരാണ്? എവിടെ ഗോൾഡ് മെഡൽ 91 കിലോഗ്രാം കാറ്റഗറിയിൽ ഗോൾഡ് മെഡൽ നേടിയ ഇന്ത്യൻ ബോക്സർ എവിടെ? ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ. അപ്പൊ ഇന്ത്യസ് പുഗ്ലിസ്റ്റ് സഞ്ജീത് കുമാർ won the gold medal in 91 kg weight category at the ASBC Asian Boxing Championship. നേരത്തെ നമ്മൾ ഒരു ന്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർത്തെടുക്കുക. Sanjeev pulled off a massive upset and he defeated 5-time Asian Championship medal and Rio Olympic silver medalist Vasily Levit of Kazakhstan in a 3-2 split decision of the final of Asian Championship in Dubai to clinch the gold. അപ്പൊ അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സഞ്ജീത് കുമാർ എന്നുള്ള പേര് ഓർത്തിരിക്കുക. ഇന്ത്യൻ ബോക്സർ who has won the gold medal in 91 kg category in the Asian Boxing Championship 2021. Okay, so let's go to 23rd question.
The Reserve Bank of India has cancelled the license of which cooperative bank in June 2021? അപ്പോൾ RBI ഏതോ ഒരു കോപ്പറേറ്റീവ് ബാങ്കിന്റെ ലൈസൻസ് എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. അപ്പൊ അത് ഏത് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ആണ്, എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമുക്ക് സൊല്യൂഷൻ നോക്കാം. The Reserve Bank of India has cancelled the license of Pune-based Shivaji Rao Bhosale Sahakari Bank. അപ്പൊ ശിവാജി റാവു ഭോസലെ സഹകരി ബാങ്ക് എന്നുള്ള ഈ ഒരു കോപ്പറേറ്റീവ് ബാങ്കിന്റെ, പൂനെ ബേസ്ഡ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് ബാങ്കിന്റെ ലൈസൻസ് ആണ് ജൂണിൽ ആര് കട്ട് ചെയ്തത്, ക്യാൻസൽ ചെയ്തത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്യാൻസൽ ചെയ്തത്. The bank ceases to carry on banking business with effect from close to business on May 31. The bank does not have adequate capital and earning prospects. As such, it does not comply with the provision of Banking Regulations Act 1949. അതാണ് reason. The RBI observed that the bank with its present financial position would be unable to pay its present depositors in full. തിരിച്ചു കൊടുക്കാനില്ല. The bank was placed under RBI direction from the close of business on May 4, 2019. ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ശിവാജി റാവു ഭോസ്ലെ സഹകരി ബാങ്കിന്റെ ലൈസൻസ് ആണ് ആര് റദ്ദാക്കിയത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റദ്ദാക്കിയത്. Okay, so let's go to 24th question. Who has won ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. Who has won the 2020-21 Kia NBA 6th Man Award? അപ്പൊ Kia NBA 6th Man Award കിട്ടിയ 2020-21 കിട്ടിയത് ആർക്കാണ് എന്നാണ് ചോദ്യം. ഉത്താഹ് ജാസ്ഗാർഡ് ജോർദൻ ക്ലാർക്സൺ has won the 2020-21 Kia NBA 6th Man Award for his contributions in a reserve role. This is the first 6th man honor for Clarkson, who becomes the first player to win the annual award with the Jazz. Okay, Putta Jazz guard Jordan Clarkson. ഓർത്തിരിക്കുക, 2020-21 Kia NBA 6th Man Award കിട്ടിയ ആളാണ്. Okay, Clarkson became the first player in Jazz franchise history to win the award and was presented the trophy by his teammate and fellow 6th Man of the Year finalist Joe Ingles. Clarkson received 61st first place votes and earned 407 total points from the global panel of 100 sport writers and broadcasters. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്താ വേണ്ടേ? കിയ NBA 6th Man Award 2021 കിട്ടിയത് ആർക്കാണ്? ജോർദാൻ ക്ലാർക്സൺ. ഉത്താ ജാസ്ഗാർഡ് ആണ് ജോർദാൻ ക്ലാർക്സൺ. അദ്ദേഹത്തിനാണ് NBA 6th Man Award കിട്ടിയത്. ഓർത്തിരിക്കുക. So let's go to 25th question. Which IIT has developed a smart window material that can effectively control the amount of heat and light passing through it in response to an applied voltage? Applied voltage in response ആയിട്ട് ആ ഹീറ്റിനെയും ലൈറ്റിനെയും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ, അതാണ് സ്മാർട്ട് വിൻഡോ. ഈ ഒരു സ്മാർട്ട് വിൻഡോ ഡെവലപ്പ് ചെയ്തത് ഏത് IIT ആണ് എന്നാണ് ചോദ്യം. IIT Guwahati researchers have developed a smart window material that can effectively control the amount of heat and light passing through it in response to an applied voltage. This material can help in developing automatic climate control system in buildings. Such materials can help develop efficient automatic climate control system in buildings, scientists claimed. The study was recently published by the journal Solar Energy Materials and Solar Cells. However, achieving such a ബാക്കി വായിച്ചു നോക്കിയോളുക. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഈ സ്മാർട്ട് വിൻഡോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ സ്മാർട്ട് വിൻഡോ എന്നുള്ളത് ഓർത്തിരിക്കുക, IIT ഗുവാഹട്ടിയുമായിട്ട് ചേർത്ത് പഠിക്കുക. അപ്പൊ സ്മാർട്ട് വിൻഡോ ആരാണ് കണ്ടുപിടിച്ചത്? IIT ഗുവാഹട്ടി ആണ്. ഇത് ലൈറ്റിനെയും ഹീറ്റിനെയും ഒക്കെ ഒരു അപ്ലൈഡ് വോൾട്ടേജിനനുസരിച്ച് കൺട്രോൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ സ്മാർട്ട് വിൻഡോ എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 26th question. Jagannath Vidyadhar Mohapatra has been roped in as the new chairman of which of the organization? അപ്പോ ജഗന്നാഥ് വിദ്യാധർ മോഹപാത്ര അല്ലെങ്കിൽ JB മോഹപാത്ര ഹാസ് ബീൻ റോബ്ഡ് ഇൻ ആസ് ദ ന്യൂ ചെയർമാൻ. പുതിയ ചെയർമാൻ ഏത് ഓർഗനൈസേഷന്റെ എന്നാണ് ചോദ്യം. മെമ്പർ ഓഫ് CBDT ജഗന്നാഥ് വിദ്യാധർ മോഹപാത്ര ഹാസ് ബീൻ ഗിവൺ അഡീഷണൽ ചാർജ് ആസ് ദ ചെയർമാൻ ഓഫ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്, CBDT എന്ന് പറയും. അപ്പൊ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സിന്റെ ചെയർമാൻ ആയിട്ടുള്ള അഡീഷണൽ ചാർജ് ആണ് നമ്മുടെ മോഹപാത്രയ്ക്ക് കിട്ടിയിട്ടുള്ളത്. ആരാണ്? ജഗന്നാഥ് വിദ്യാധർ മോഹപാത്രയ്ക്ക് കിട്ടിയിട്ടുള്ളത്. CBDTയുടെ മെമ്പർ ആണ് എന്നും പറയുന്നുണ്ട്. ഫോർ എ പീരീഡ് ഓഫ് 3 months ഫോർ ടിൽ ഫർദർ നോട്ടീസ്. അപ്പൊ 3 മാസമോ അല്ലെങ്കിൽ ഫർദർ നോട്ടീസ് വരെയോ ആണ് ഈ ഒരു അഡീഷണൽ ചാർജ് കൊടുത്തിരിക്കുന്നത്.
He succeeded Prakash Chandra Modi, PC Modi. പ്രകാശ് ചന്ദ്ര മോദിയെ സക്സീഡ് ചെയ്തിട്ടാണ് ഇദ്ദേഹം വന്നത് എന്നും പറയുന്നുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾ വായിച്ചു നോക്കിക്കോളുക. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 27th question. Kappa and Delta, which has been news recently, is related to dash. Appa Kappa and Delta, then the World Health Organization has given names to two variants, B.16171 and B.16172 of the COVID-19 first found in India. Indiail found ചെയ്ത രണ്ട് വേരിയന്റിന് കൊടുത്ത പേരാണ് കപ്പ ആൻഡ് ഡെൽറ്റ എന്നുള്ളത്. അപ്പൊ അതിനകത്ത് ആദ്യത്തെ 0.1 കപ്പ എന്നും 2 ഡെൽറ്റ എന്നുമാണ് പേര് കൊടുത്തിട്ടുള്ളത്. The naming of these two variants do not aim at replacing the existing scientific names of these SARS-CoV-2 variants of concern and interest, but it is aimed at helping the public discussion about it. അപ്പോൾ പബ്ലിക് ഡിസ്കഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു രണ്ട് പേര് ഇതിന് കൊടുത്തിരിക്കുന്നത്, കപ്പ ആൻഡ് ഡെൽറ്റ. അപ്പൊ കപ്പ ആൻഡ് ഡെൽറ്റ എന്നുള്ള പേരാണ് ഇതിനകത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. അത് ഓർത്തിരുന്നോളുക. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് നെയിം ചെയ്തത് എന്നും നോട്ട് ചെയ്തോളുക. സോ ലെറ്റ്സ് ഗോ ടു 28th question. Research Design and Standards Organization, RDSO, is the standard body to join the One Nation, One Standard scheme for the central government. അപ്പം RDSO ആണ് എന്ത്? സ്റ്റാൻഡേർഡ് ബോഡി. വൺ നേഷൻ വൺ സ്റ്റാൻഡേർഡ് സ്കീമിൽ ജോയിൻ ചെയ്ത സ്റ്റാൻഡേർഡ് ബോഡി. അപ്പൊ RDSO ഈസ് ബേസ്ഡ് ഇൻ വിച്ച് സിറ്റി? ഏത് സിറ്റി ബേസ്ഡ് ആണ് ഈ RDSO എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലക്നൗ ബേസ്ഡ് റിസർച്ച് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ. ലക്നൗ ബേസ്ഡ് RDSO has become the first standard body in India to join One Nation, One Standard. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. അത് റെക്കഗ്നൈസ് ആയ ഒരു കാര്യം, സ്റ്റാൻഡേർഡ് ഡെവലപ്പിംഗ് ഓർഗനൈസേഷൻ ബൈ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഫോർ 3 years എന്നുള്ളത് നോട്ട് ചെയ്തോളുക. ഓക്കെ, BIS ഇംപ്ലിമെന്റേറ്റിംഗ് ഏജൻസി ഫോർ വൺ നേഷൻ വൺ സ്റ്റാൻഡേർഡ്. അപ്പൊ BIS എന്താണെന്നറിയാലോ. അപ്പൊ അങ്ങനെയുള്ള അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ ഇവിടെ വായിച്ചു നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 29th question. Which online medical platform has acquired MedLife to become largest online pharmacy in India? അപ്പം ഏറ്റവും വലിയ ഓൺലൈൻ ഫാർമസി ആവാൻ വേണ്ടി മെഡ്ലൈഫിനെ അക്വയർ ചെയ്ത ആരാണെന്നാണ് ചോദ്യം. ഓൺലൈൻ മെഡിക്കൽ പ്ലാറ്റ്ഫോം PharmEasy has acquired 100% equity shares of rival MedLife in return of 19.59% equity share capital. അപ്പം എന്താ പറയുന്നത്, ബദ്ധശത്രു ആയിരുന്നു, ബട്ട് ഇപ്പോൾ അക്വയർ ചെയ്തു. PharmEasy ആണ് ആരെ അക്വയർ ചെയ്തത്? മെഡ്ലൈഫിനെ അക്വയർ ചെയ്തത്. 100% അക്വയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. സോ ലെറ്റ്സ് ഗോ ടു 30th question. Who took charge as the chairman of the National Human Rights Commission? National Human Rights Commissionന്റെ ചെയർമാൻ ആയിട്ട് ചാർജ് എടുക്കപ്പെട്ടത് ആരാണ്? Former Supreme Court Judge Arun Kumar Mishra will be the new chairman of National Human Rights Commission after a high-powered recommendation committee proposed the name. Arun Kumar Mishra ആരാണ്? ഫോർമർ SC ജഡ്ജ് ആണ് അരുൺ കുമാർ മിശ്ര. അദ്ദേഹമാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർമാൻ ആയിട്ട് ഇപ്പോൾ ചാർജ് എടുത്തത്. അപ്പൊ അരുൺ കുമാർ മിശ്ര നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ NHRCയുടെ ചെയർമാൻ. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 31st question. 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഹാസ് ബീൻ എലക്ടഡ് ആസ് ദ പ്രസിഡന്റ് ഓഫ് ഇസ്രായേൽ? ഇസ്രായേലിന്റെ പ്രസിഡന്റ് ആയിട്ട് എലക്ട് ചെയ്തത് ആരാണ്? സൊല്യൂഷൻ നോക്കാം. വെറ്ററൻ ഇസ്രായേലി പൊളിറ്റീഷ്യൻ Isaac Herzog. Isaac Herzog has been elected as the president of the country on June 1, 2021. ജൂൺ 1-നാണ് ചാർജ് എടുക്കുന്നത്. ഐസാക് ഹെർസോഗ് ആണ് വെറ്ററൻ ഇസ്രായേലി പൊളിറ്റീഷ്യൻ ആണ്. അദ്ദേഹമാണ് ഇസ്രായേലിന്റെ പുതിയ പ്രസിഡന്റ് ആയിട്ട് ചാർജ് എടുക്കപ്പെട്ടത്. 60-year-old Herzog will be the 11th president of Israel. He will succeed Reuven Rivlin. Reuven Rivlinനെയാണ് സക്സീഡ് ചെയ്യുന്നത്. Who is set to complete his tenure in July 2021 after 7 years in office. അപ്പൊ പ്രൈം മിനിസ്റ്റർ ആരാണ്? ബെഞ്ചമിൻ നെതന്യാഹു ആണ്. ക്യാപിറ്റൽ ജെറുസലേം ആണ്. കറൻസി ഇസ്രായേൽ ഷെക്കേൽ ആണ്. ഓക്കെ, അപ്പൊ ഇസ്രായേൽ ഷെക്കേൽ എന്നുള്ളത് നിങ്ങൾക്ക് കേട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് അത് ആൻസർ ഓപ്ഷൻ കാണുമ്പോൾ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ക്യാപിറ്റൽ ജെറുസലേം, പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ആൻഡ് ദ കറന്റ് പ്രസിഡന്റ് ഈസ് ഐസക് ഹെർസോഗ്. അപ്പൊ ബെഞ്ചമിനും ഐസക്കും കൂടിയിട്ടാണ് അവിടെ ഭരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർത്തിരിക്കാവുന്ന ഒരു സംഗതിയാണ്. സോ ലെറ്റ്സ് ഗോ ടു 32nd question. Dr. Patrick Amoth has been appointed as the chairman of the World Health Organization Executive Board. Belongs to which country? അപ്പം പാട്രിക് എന്നുള്ള പേര് ഓർത്തിരിക്കുക. പാട്രിക് അമോത്ത് എന്നാണ്
ഇദ്ദേഹം എന്താണ് അപ്പോയിന്റഡ് ആസ് ദി ചെയർമാൻ ഓഫ് ദി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ് ബോർഡ്, WHO എക്സിക്യൂട്ടീവ് ബോർഡിന്റെ ചെയർമാൻ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ട പാട്രിക് അമോത്ത് ഏത് രാജ്യക്കാരനാണെന്നാണ് ചോദ്യം. ആക്ടിംഗ് ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് ഫോർ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഓഫ് കെനിയ, പാട്രിക് അമോത്ത് ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദി ചെയർമാൻ ഓഫ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ആൻസർ കിട്ടിയല്ലോ. ആക്ടിംഗ് ഡയറക്ടർ ജനറൽ ഫോർ ഹെൽത്ത് ഫോർ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഓഫ് കെനിയ, കെനിയയിലെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ ആക്ടിംഗ് ഡയറക്ടർ ജനറലാണ് ആര്? പാട്രിക് അമോത്ത് എന്ന് പറയുന്നത്. അപ്പൊ കെനിയയിലെ റിലേറ്റഡ് ആണ്, കെനിയയിലെ ആളാണ് ആര്? പാട്രിക് അമോത്ത് എന്നുള്ളത്. ഇപ്പൊ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ എക്സിക്യൂട്ടീവ് ബോർഡിന്റെ ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ട പാട്രിക് അമോത്ത് ആരാണ്? കെനിയയുടെ ഹെൽത്ത് മിനിസ്ട്രിയുടെ ആക്ടിംഗ് ഡയറക്ടർ ജനറൽ ആണ് എന്ന് പറയുന്നുണ്ട്. ഹി വിൽ ഹാവ് എ ടെന്യൂർ ഓഫ് 1 year. ഹി റിപ്ലൈസ് യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഹർഷ് വർദ്ധൻ ഹു കംപ്ലീറ്റഡ് ഹിസ് ടെന്യൂർ. നേരത്തെ ഹർഷ് വർദ്ധൻ ആയിരുന്നു, അപ്പൊ അദ്ദേഹത്തെ സക്സീഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ആര് വരുന്നത്? പാട്രിക് അമോത്ത് വരുന്നത്. ഇപ്പൊ ഇന്ത്യൻ മാറി കെനിയൻ വന്നു എന്നുള്ള രീതിയിൽ പഠിക്കുക. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 33rd question. Which general insurance company has partnered with Microsoft to strengthen and automate the quality control process? ഇപ്പൊ ഏത് ജനറൽ ഇൻഷുറൻസ് കമ്പനിയാണ് മൈക്രോസോഫ്റ്റുമായിട്ട് ടൈപ്പ് ചെയ്തത്? എന്തിന്? To strengthen and automate the quality control process. സൊല്യൂഷൻ നോക്കാം. The country's largest private sector general insurance, ICICI Lombard, has tied with Microsoft. അപ്പൊ ICICI ലൊംബാർഡും അതേപോലെ തന്നെ മൈക്രോസോഫ്റ്റും കൂടിയായിട്ടാണ് ഈ ഒരു ടൈപ്പ് വന്നിട്ടുള്ളത്. ഇമ്പോർട്ടന്റ് ആണ്. എന്തിനാണ്? ടു സ്ട്രെങ്തൻ ആൻഡ് ഓട്ടോമേറ്റ് ദ ക്വാളിറ്റി കൺട്രോൾ പ്രോസസ്. ക്വാളിറ്റി കൺട്രോൾ പ്രോസസ്സുകൾ ഓട്ടോമേറ്റ് ചെയ്യാനും അതേപോലെ അതിനൊന്ന് ബലപ്പെടുത്താനും ഒക്കെ വേണ്ടിയിട്ടാണ് ICICI ലോംബാർഡ് മൈക്രോസോഫ്റ്റുമായിട്ട് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഇവിടെ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കാനായിട്ട് സാധിക്കും. സോ ലെറ്റ്സ് ഗോ ടു 34th question. Who has been appointed as the Director General of Assam Rifle? Assam Rifle-ന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ആരാണ് എന്നാണ് ചോദ്യം. ലഫ്റ്റനന്റ് ജനറൽ പ്രദീപ് ചന്ദ്രൻ നായർ അതി വിശിഷ്ട സേവാ മെഡൽ നേടിയ പ്രദീപ് ചന്ദ്രൻ നായർ, ലഫ്റ്റനന്റ് ജനറൽ പ്രദീപ് ചന്ദ്രൻ നായർ took over as the യുദ്ധ് സേവാ മെഡലും ഉണ്ട്. ഓക്കെ, took over as the 21st Director General of Assam Rifles, popularly known as the സെന്റിനൽസ് ഓഫ് നോർത്ത് ഈസ്റ്റ് എന്നറിയപ്പെടുന്ന ആസാം റൈഫിൾസിന്റെ ഡയറക്ടർ ജനറൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ട ആളിന്റെ പേരാണ് പ്രദീപ് ചന്ദ്രൻ നായർ എന്നുള്ളത്. ലഫ്റ്റനന്റ് ജനറൽ ആണ്. അതിവിശിഷ്ട സേവാ മെഡൽ AVSM-ഉം യുദ്ധ സേവാ മെഡലും അദ്ദേഹത്തിന്റെ പേരിലുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സെന്റൻസിൽ നിന്ന് വായിച്ചു മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ആസാം റൈഫിൾസ് എന്നാണ് 1835 വന്നാണ്. ആസാം റൈഫിൾസിന്റെ HQ എന്ന് പറയുന്നത് ഷില്ലോങ് മേഘാലയ ആണ്. മേഘാലയയിലെ ഷില്ലോങ് ബീച്ചാണ് known as the Sentinels of Northeast. Okay, അപ്പം പ്രദീപ് ചന്ദ്രൻ നായർ എന്നുള്ള പേരും ആസാം റൈഫിൾസുമായിട്ട് ചേർത്ത് പഠിക്കുക. Okay, so let's go to 35th question. The Tata Consultancy Services opened its first European Innovation Center in which country? ആദ്യത്തെ യൂറോപ്യൻ ഇന്നോവേഷൻ സെന്റർ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ഓപ്പൺ ചെയ്തു എവിടെ? അതാണ് ചോദ്യം. TCS will bring universities, business startups and government together at its latest innovation hub in Amsterdam to help use digital technology to solve sustainability challenges. അപ്പൊ ആംസ്റ്റർഡാമിലാണ് എന്ത്? ഈ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ഫസ്റ്റ് യൂറോപ്യൻ ഇന്നോവേഷൻ സെന്റർ കൊണ്ടുവരുന്നത്. ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്, ഇന്റർനാഷണൽ അഫയേഴ്സ് ആണ്. സോ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് അവരുടെ ഫസ്റ്റ് യൂറോപ്യൻ ഇന്നോവേഷൻ സെന്റർ എവിടെയാണ് കൊണ്ടുവരുന്നത്? ആംസ്റ്റർഡാമിലാണ്. It will focus on sustainability challenges faced by organization and become the first in network of hubs known as the TCS Space Ports in Europe. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വായിച്ചു നോക്കാവുന്നതാണ്. ടാറ്റ കൺസൾട്ടൻസി സർവീസസും ആംസ്റ്റർഡാമുമായിട്ട് ചേർത്താണ് പഠിക്കേണ്ടത്. ഫസ്റ്റ് യൂറോപ്യൻ ഇന്നോവേഷൻ സെന്റർ ഇവിടെ ഓപ്പൺ ചെയ്തെന്നുള്ളതാണ് അതിന്റെ ന്യൂസ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 36th question. Has been appointed as the grievance officer of India by WhatsApp. So, grievance officer ആയിട്ട് ഇന്ത്യയുടെ ഗ്രീവാൻസ് ഓഫീസർ ആയിട്ട്, സോറി വാട്സാപ്പ് ഇന്ത്യയുടെ. അപ്പം വാട്സാപ്പിന്റെ ഇന്ത്യയിലെ ഉള്ള ഒരു സംഭവമാണല്ലോ. ഇപ്പൊ വാട്സാപ്പ് പല രാജ്യത്തുണ്ട്, അതിൽ വാട്സാപ്പ് ഇന്ത്യയുടെ ഗ്രീവാൻസ് ഓഫീസറായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ആരാണ് എന്നാണ് ചോദ്യം.
Paresh B. Lal has been appointed as the grievance officer of Facebook owned WhatsApp for India. അപ്പൊ ഫേസ്ബുക്കിന്റെ ആണ് വാട്സാപ്പ്. അപ്പൊ വാട്സാപ്പ് ഇന്ത്യയുടെ ഗ്രീവാൻസ് ഓഫീസറായിട്ട് ആരാണ് ചാർജ് എടുത്തത്? പരേഷ് ബി ലാൽ ആണ്. His appointed is in line with government's new IT orders that requires all tech companies like Google, Facebook, WhatsApp to appoint a grievance officer, nodal officer, and a chief compliance officer from India. അപ്പൊ ഗൂഗിൾ ആയാലും ഫേസ്ബുക്ക് ആയാലും വാട്സാപ്പ് ആയാലും എന്ത് വേണം? ഗ്രീവാൻസ് ഓഫീസറും നോഡൽ ഓഫീസറും ചീഫ് കംപ്ലയൻസ് ഓഫീസറും വേണം. കാരണം ഒരുപാട് ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് നടക്കുന്നതുകൊണ്ടായിരിക്കാം. So grievance officer shall address the complaint within 24 hours and dispose of the complaint within 15 days. 15 ദിവസത്തിനകം അത് ഡിസ്പോസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. വാട്സാപ്പിന്റെ സിഇഒ ആരാണ്? വിൽ കാത്കാർട്ട്. അപ്പൊ വാട്സാപ്പിന്റെ സിഇഒ വിൽ കാത്കാർട്ട് ആണ്. ഫേസ്ബുക്ക് കൊണ്ടാണ് വാട്സാപ്പ് എന്ന് പറയുന്നത്. വാട്സാപ്പ് ഇന്ത്യയുടെ ഗ്രീവാൻസ് ഓഫീസർ ആയിട്ട് ചാർജ് എടുക്കപ്പെട്ടത് പരേഷ് ബി ലാൽ ആണ്. ഓക്കെ, so let's go to 37th question. How many teams will be participating in the 2027 ICC Men's Cricket World Cup? 2027 നടക്കുന്ന ICC Men's Cricket World Cupൽ എത്ര ടീംസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്നാണ് ചോദ്യം. The International Cricket Council has announced that the Men's Cricket World Cup in 2027 and 2031 will once again be a 14-team 54-match tournament. ഇതാണ് ന്യൂസ്. 14 ടീമും 54 മാച്ചും അടങ്ങുന്ന ടൂർണമെന്റ് ആയിരിക്കും 2027ലെയും 2031ലെയും ICC മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് എന്നാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. Earlier in the 2019 World Cup, only 10 teams consisted compared to the 14 teams in the 2015. 14 ടീം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ വായിച്ചു നോക്കാം. ചെയർമാൻ ഓഫ് ICC എന്ന് പറയുന്നത് ഗ്രെഗ് ബാർക്ലേ ആണ്. സിഇഒ മനു സാവ്നി ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് നോട്ട് ചെയ്യുക. ചെയർമാൻ ഗ്രെഗ് ബാർക്ലേ എന്നുള്ളത് ഒരു കറണ്ട് അഫെയർ കൂടിയാണ്. സോ അതുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യുക. സോ ലെറ്റ്സ് ഗോ ടു 38th question. Dr. Vinay K. Nandikuri has been appointed as the director at the CSIR Center for Cellular and Molecular Biology. Where is the CCMB located? But Dr. Vinay K. Nandikuri has been appointed as the director at the CSIR Center for Cellular and Molecular Biology. അപ്പൊ സെല്ലുലാർ അങ്ങനെ പഠിക്കണ്ട. CSIRന്റെ ഒരു വിങ്, മോളിക്കുലർ ബയോളജിയുടെ ഒരു വിങ്, അതിന്റെ ഡയറക്ടർ ആയിട്ട് ആര് അപ്പോയിന്റ് ചെയ്യപ്പെട്ടു? ഡോക്ടർ വിനയ് കെ നന്ദിക്കൂരി അപ്പോയിന്റ് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. ഈ CCMB അതായത് CSIR സെന്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്കുലർ ബയോളജി എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. സൊല്യൂഷൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ ഫോർമർ IITN ഡോക്ടർ വിനയ് കെ നന്ദിക്കൂരി ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദി ഡയറക്ടർ ഓഫ് CSIR ഹൈദരാബാദ് തെലങ്കാന. അപ്പൊ എവിടെയാണ്? ഹൈദരാബാദ് തെലങ്കാനയിലാണ് ഈ CCMB ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ CCMBയുടെ ഡയറക്ടറായിട്ടാണ് ആര്? ഫോർമർ IITN ആയിട്ടുള്ള വിനയ് കെ നന്ദിക്കൂരി അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് എന്നാണ് നമ്മുടെ ന്യൂസ്. ഡീറ്റെയിൽ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചു നോക്കാവുന്നതാണ്. സോ ലെറ്റ്സ് ഗോ ടു 39th question. Who has been awarded with WHO Director General Special Recognition Award for his accomplishment in the area of tobacco control on World No Tobacco Day. അപ്പോൾ വേൾഡ് നോ ടൊബാക്കോ ഡേയുടെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു, തീമിന്റെ കാര്യവും പറഞ്ഞായിരുന്നു. അപ്പൊ അതിനെ പറ്റിയുള്ള ന്യൂസ് ആണ്. Who has been awarded with WHO Director General Special Recognition Award. അപ്പോൾ ഒരു അവാർഡിനെ പറ്റിയിട്ടാണ് ഹു ഡയറക്ടർ ജനറൽ സ്പെഷ്യൽ റെക്കഗ്നിഷൻ അവാർഡ് അത് നേടിയത് ആരാണ് എന്നാണ് നമ്മുടെ ചോദ്യം. അതെന്തിനാണെന്ന് പറയുന്നുണ്ട്. ഫോർ ഹിസ് അക്കംപ്ലിഷ്മെന്റ് ഇൻ ദി ഏരിയ ഓഫ് ടൊബാക്കോ കൺട്രോളിൽ ആ ഏരിയയിലുള്ള അക്കംപ്ലിഷ്മെന്റിനാണ് ഈ ഒരു അവാർഡ് കൊടുത്തത് എന്ന് പറയുന്നുണ്ട്. സൊല്യൂഷൻ നോക്കാം. യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ ഹർഷ് വർദ്ധൻ ഹാസ് ബീൻ അവാർഡഡ് വിത്ത് WHO ജനറൽ സ്പെഷ്യൽ റെക്കഗ്നിഷൻ അവാർഡ്. അപ്പൊ ആർക്കാണ്? ഹർഷ് വർദ്ധൻ, യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ ആയിട്ടുള്ള ഹർഷ് വർദ്ധനാണ് ഈ ഒരു അവാർഡ് കിട്ടിയിരിക്കുന്നത്. എന്തിനാണ്? ടൊബാക്കോ കൺട്രോളിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് നടത്തി അതിലുള്ള അക്കംപ്ലിഷ്മെന്റിനാണ് ഈ ഒരു ഇൻ റിട്ടേൺ ഒരു റെക്കഗ്നിഷൻ അവാർഡ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കൊടുത്തിരിക്കുന്നത്. ഹിസ് ലീഡർഷിപ്പ് വാസ് ഇൻസ്ട്രുമെന്റൽ ഇൻ 2019 national legislation to ban e-cigarettes and ഹീറ്റഡ് ടൊബാക്കോ പ്രൊഡക്റ്റ്. അപ്പം ഈ സിഗരറ്റ്സും ഹീറ്റഡ് ടൊബാക്കോ പ്രൊഡക്റ്റും ഒക്കെ ബാൻ ചെയ്യുന്നതിന് അദ്ദേഹത്തിന്റെ ഒരു പങ്ക് വളരെ വലുതാണ് എന്നാണ് പറയുന്നത്. ബാക്കിയുള്ളത് വായിച്ചു നോക്കാം. WHO DG എന്ന് പറയുന്നത് ടെഡ്രോസ് അഥാനോമാണ്. ഓക്കെ, WHO ഡയറക്ടർ ജനറൽ ആരാണ്? ടെഡ്രോസ് അഥാനോം. അപ്പം WHO ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥാനോം. റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് മനസ്സിൽ തറയാനാണ്. WHO ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥാനോം. ഓക്കെ,
So let's go to 48th question. Name the AI-based platform launched by Indian organization to help in easy detection of COVID-19 with the help of chest X-ray. അപ്പൊ ചെസ്റ്റ് എക്സ്റേയുടെ ഹെൽപ്പോട് കൂടിയിട്ട് COVID-19 ഡിറ്റക്ഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് AI-based പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തു. ആര്? ബൈ ഇന്ത്യൻ ഓർഗനൈസേഷൻ. അപ്പൊ ഇതാണ് നമ്മുടെ ന്യൂസ്. അപ്പൊ അതിന്റെ നെയിം എന്താണ് എന്നാണ് ചോദ്യം. AI-driven platform titled as X-ray Setu. ഇപ്പൊ എക്സ്റേ സേതു എന്നാണ് അതിന്റെ പേര്. AI-driven പ്ലാറ്റ്ഫോമിന്റെ പേരാണ് എക്സ്റേ സേതു. ഹാസ് ബീൻ ഡെവലപ്ഡ് ടു ഹെൽപ്പ് ഇൻ ഏർലി ഡിറ്റക്ഷൻ ഓഫ് COVID-19 വിത്ത് ദ ഹെൽപ്പ് ഓഫ് ചെസ്റ്റ് എക്സ്റേ. അപ്പൊ ചെസ്റ്റ് എക്സ്റേയുടെ ഹെൽപ്പോട് കൂടി COVID-19 നേരത്തെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും ഈ എക്സ്റേ സേതു എന്നുള്ള AI-driven പ്ലാറ്റ്ഫോം വെച്ചിട്ട്. അപ്പൊ അതാണ് പറയുന്നത്. ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ ഏർലി ഡിറ്റക്ഷൻ സ്പെഷ്യലി ഇൻ റൂറൽ ഏരിയാസ് വെയർ RT-PCR ടെസ്റ്റ് ആൻഡ് CT സ്കാൻസ് ആർ നോട്ട് ഈസിലി അവൈലബിൾ. എക്സ്റേ സേതു വിൽ ഓപ്പറേറ്റ് ത്രൂ വാട്സ്ആപ്പ്. ഇത് വാട്സാപ്പ് വഴി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നും പറയുന്നുണ്ട്. ഇറ്റ് വിൽ ഐഡന്റിഫൈ COVID-19 പോസിറ്റീവ് പേഷ്യൻസ് ഈവൻ ഫ്രം ലോ റെസൊല്യൂഷൻ ചെസ്റ്റ് എക്സ്റേ ഇമേജസ് സെൻറ്റ് ഓവർ വാട്സാപ്പ് ബേസ്ഡ് ചാറ്റ് ബോട്ട്. ഇറ്റ് ഹാസ് ബീൻ ഡെവലപ്ഡ് ബൈ ART പാർക്ക്. അതായത് AI റോബോട്ടിക്സ് ടെക്നോളജി പാർക്ക്. ART പാർക്കാണ് ഇത് ഡെവലപ്പ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വാട്സാപ്പ് വഴി എക്സ്റേ സേതു അവൈലബിൾ ആണ്. എക്സ്റേ സേതു എന്ന് പറഞ്ഞാൽ ചെസ്റ്റ് എക്സ്റേയുടെ ആ ഒരു ഇമേജസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് COVID-19 ഏർലി ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു AI-based പ്ലാറ്റ്ഫോം ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 41st question. Which state government will launch a pilot of digital survey of agricultural lands in the state from June 11th? അപ്പൊ എന്താണ് വിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് വിൽ ലോഞ്ച്? ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ലോഞ്ച് ചെയ്യുന്നത്? എന്ത്? എ പൈലറ്റ് ഓഫ് ഡിജിറ്റൽ സർവേ ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ്സ് ഇൻ ദ സ്റ്റേറ്റ് ഫ്രം ജൂൺ 11. അപ്പൊ ഒരു സർവേ എന്താണ്? പൈലറ്റ് ഓഫ് ഡിജിറ്റൽ സർവേ ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡിനെ പറ്റിയിട്ടുള്ള ഒരു ഡിജിറ്റൽ സർവേ ജൂൺ 11 തുടങ്ങുന്നത്. ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ലോഞ്ച് ചെയ്യുന്നതെന്നാണ് ചോദ്യം. സോ സൊല്യൂഷൻ നമുക്ക് നോക്കാം. Telangana government will be conducting digital survey of agricultural lands in the state to make the state free from land dispute and provide security and protection to the landholders on a permanent basis. It will be initially held in 27 select villages across the state on a pilot basis from 11th June. 3 villages will be selected from Gajwal constituency and 24 villages will be selected from 24 different district. Details on പറയുന്നത്. It will be later expanded to rural and urban areas. അപ്പൊ അത് വലിയ കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് നോട്ട് ചെയ്യാനില്ല. ബട്ട് ഈ ഒരു കാര്യം ആലോചിക്കുക. തെലങ്കാന ഗവൺമെന്റ് ആണ് ഈ ഒരു അഗ്രികൾച്ചർ ലാൻഡ്സിന് വേണ്ടിയുള്ള ഒരു ഡിജിറ്റൽ സർവേ ജൂൺ 11 തുടങ്ങി ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 42nd question. According to the third edition of Niti Ayog's Sustainable Development Goals SDG, important category വരുന്ന ഒരു ന്യൂസ് ആണ്. So Sustainable Development Goals SDG India Index 2021 ranking according to the third edition of Niti Ayog which state got the top spot in the ranking? ആരാണ് ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ നിതി ആയോഗിന്റെ ആണ് SDG India Index. അപ്പൊ ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റ് ആണ് അതിൽ ടോപ്പിൽ വന്നിരിക്കുന്നതെന്നാണ് ചോദ്യം. നിതി ആയോഗ് ഹാസ് റിലീസ് തേർഡ് എഡിഷൻ ഓഫ് SDG India Index and dashboard monitoring progress on the SDGs in India and fostered competition among states and UTs. It was introduced in 2018. It covers 16 goals and 115 quantitative indicators. Index ranking, Kerala has topped the index, followed by Himachal Pradesh and Tamil Nadu at the second spot among states. അപ്പൊ ആരാണ് ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്നത്? കേരള ആണ് ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്നത്. അപ്പം മാനിക്കാൻ പറ്റിയ ഒരു സംഗതിയാണ്. അപ്പം നിതി ആയോഗിന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഇന്ത്യ ഇൻഡെക്സിലാണ് കേരളം ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഹിമാചൽ പ്രദേശും തമിഴ്നാടും ആണ് സെക്കൻഡ് സ്പോട്ടിൽ എന്ന് പറയുന്നുണ്ട്. ബീഹാർ ഈസ് ദ വേഴ്സ്റ്റ് പെർഫോമർ സ്റ്റേറ്റ്. ബീഹാർ ആണ് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ട് പെർഫോം ചെയ്ത സ്റ്റേറ്റ് എന്നും പറയുന്നുണ്ട്. ചണ്ഡീഗഡ് മെയിൻറ്റൈൻ ഇറ്റ്സ് ടോപ്പ് സ്പോട്ട് അമംഗ് UTs ഫോളോഡ് ബൈ ഡൽഹി. അപ്പൊ UTയിൽ ആരാണ്? ചണ്ഡീഗഡ് ആണ്, അതിനുശേഷം ഡൽഹി ആണ്. അപ്പൊ കേരളയാണ് ഈ ഒരു ഇൻഡെക്സിൽ ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്ന സ്റ്റേറ്റ്. UT എന്ന് പറയുന്നത് ചണ്ഡീഗഡ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അതിനകത്തൊന്ന് നോട്ട് ചെയ്യുക. SDG ഇൻഡെക്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സും റാങ്കിങ്ങും ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 43rd question. Union Minister of Food Processing Industries Shri Narendra Singh Tomar virtually inaugurated the Indus Best Mega Food Park in which state? അപ്പൊ ഇൻഡസ് ബെസ്റ്റ് മെഗാ ഫുഡ് പാർക്ക് ഇത് ആരാണ് വിർച്വലി ഇനാഗുറേറ്റ് ചെയ്തത്? ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രി മിനിസ്റ്റർ ആയിട്ടുള്ള ശ്രീ നരേന്ദ്ര സിംഗ് തൊമാർ ആണ്. അതെവിടെയാണ് എന്നാണ് നമ്മുടെ ചോദ്യം.
നോക്കാം. യൂണിയൻ മിനിസ്റ്റർ നരേന്ദ്ര സിംഗ് തൊമാർ has virtually inaugurated Indus Bus Mega Food Park at റായ്പൂർ ഛത്തീസ്ഗഡ്. അപ്പൊ ഛത്തീസ്ഗഡിലാണ് ഈ ഒരു മെഗാ ഫുഡ് പാർക്ക്, ഇൻഡസ് ബസ്റ്റ് മെഗാ ഫുഡ് പാർക്ക് എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിലെ റായ്പൂരിലാണ്. ആര് ലോഞ്ച് ചെയ്തത്? യൂണിയൻ മിനിസ്റ്റർ എന്തിന്റെ? ഫുഡ് പ്രോസസിംഗിന്റെ. ആര്? ശ്രീ നരേന്ദ്ര സിംഗ് തൊമാർ വിർച്വലി ഇനാഗുറേറ്റ് ചെയ്തത്. ഇറ്റ് വിൽ എൻഷുർ വാല്യൂ അഡീഷൻ, longer shelf life for farm produce, better price realization for farmers, excellent storage facility, and will provide an alternate market for farmers in the region. അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഓൾട്ടർനേറ്റീവ് മാർക്കറ്റ് തന്നെയാണ് ഈ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. It will also provide direct and indirect employment to about 5,000 persons and benefit around 25,000 farmers in the CPC and PPC catchment areas. ശരിക്കും ഫാമേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു മെഗാ ഫുഡ് പാർക്ക് കൊണ്ടുവരുന്നത് തന്നെ. അപ്പൊ ഇൻഡസ് ബസ് മെഗാ ഫുഡ് പാർക്ക് എന്നാണ്. ഇത് ഛത്തീസ്ഗഡിലെ റായ്പൂരിലാണ്. ഇനാഗുറേറ്റ് ചെയ്തത് ശ്രീ നരേന്ദ്ര സിംഗ് തൊമാർ, അതായത് ഫുഡ് പ്രോസസിംഗ് മിനിസ്റ്റർ ആണ് എന്നുള്ളതാണ് ഇതിനകത്തുനിന്ന് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യാൻ പറ്റിയ പോയിന്റ്സ്. സോ ലെറ്റ്സ് ഗോ ടു 44th question. Which state government has proposed to reserve 33% seats? 33% seats. Which state government has proposed to reserve 33% seats to girls? അപ്പൊ 33% ഗേൾസിന് in medical and engineering college. കൊള്ളാം, പരിപാടി കൊള്ളാം. മെഡിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് കോളേജിൽ 33% സീറ്റ് ഗേൾസിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് എന്നാണ് ചോദ്യം. അപ്പോൾ ബീഹാർ CM നിതീഷ് കുമാർ ഹാസ് ഡിസൈഡഡ് ടു ഗിവ് 33% റിസർവേഷൻ സീറ്റ് ടു ഗേൾ സ്റ്റുഡൻസ് ഇൻ എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിക്കൽ കോളേജസ് ഓഫ് ബീഹാർ. അപ്പൊ ബീഹാർ ആണ് ഈ ഒരു സ്റ്റേറ്റ്. അവിടുത്തെ CM ആയിട്ടുള്ള നിതീഷ് കുമാർ ആണ് പറഞ്ഞത് എന്ത്? 33% ഗേൾസിന് സീറ്റ് അലോട്ട് ചെയ്തിട്ടുണ്ട്. എവിടെ? മെഡിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് കോളേജസിൽ. This means at least 1/3 of the seats in engineering and medical colleges will be reserved for girl students. അപ്പം 33% എന്ന് പറഞ്ഞാൽ 1/3 ആണ് എന്നുള്ളത് മാത്തമാറ്റിക്കൽ ആ ഒരു കണക്കാണ് അവർ പറയുന്നത്. നിതി ആയോഗ് SDG ഇന്ത്യ ഇൻഡെക്സ് വേഴ്സ്റ്റ് പെർഫോമർ ബീഹാർ റെഫറൻസ് ന്യൂസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് നോട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നിതി ആയോഗിന്റെ SDG ഇന്ത്യ ഇൻഡെക്സിലെ വേഴ്സ്റ്റ് പെർഫോമർ ആയിട്ടുള്ള ബീഹാർ ആണ് 33% സീറ്റ് ഗേൾസിന് മെഡിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് കോളേജസിൽ ഗേൾസിന് റിസർവ് ചെയ്ത സ്റ്റേറ്റ്. അവിടുത്തെ CM ആരാണ്? നിതീഷ് കുമാർ ആണ്. So let's go to 45th question. Who has been appointed as the World Bank Education Advisor for the period June 2021 to June 2024? 2021-24 കാലഘട്ടത്തിലേക്ക് വേൾഡ് ബാങ്ക് എഡ്യൂക്കേഷണൽ അഡ്വൈസർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ആരാണ് എന്നാണ് ചോദ്യം. രഞ്ജിത്ത് സിൻസ് ഡിസാലെ എന്നൊക്കെ വായിക്കാം. രഞ്ജിത്ത് സിൻ ഡിസാലെ 32 years has been appointed as the World Bank Education Advisor for the period of June 2021-2024. He was named as the winner of the Global Teacher Prize 2020 in recognition of his effort to promote girls' education and trigger a quick response textbook revolution in India. അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. വേൾഡ് ബാങ്ക് ഹാസ് അപ്പോയിന്റഡ് 12 എഡ്യൂക്കേഷണൽ അഡ്വൈസേഴ്സ്, 12 പേരെ അപ്പോയിന്റ് ചെയ്യപ്പെട്ടു. വേൾഡ് ബാങ്ക് ഹാസ് റീസെന്റ്ലി ലോഞ്ച്ഡ് ഗ്ലോബൽ കോച്ച് പ്രോഗ്രാം ടു ഇംപ്രൂവ് ടീച്ചർ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഇങ്ങനെ രണ്ട് പ്രോഗ്രാമുടെ വേൾഡ് ബാങ്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് എന്നും അതിന്റെ കൂടി പറയുന്നുണ്ട്. ഇമ്പോർട്ടന്റ് എന്താണ്? വേൾഡ് ബാങ്ക് എഡ്യൂക്കേഷണൽ അഡ്വൈസർ ആയിട്ട് ആരാണ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്? രഞ്ജിത്ത് സിൻ ഡിസൈലാണ്. 32 വയസ്സാണ് എന്നുള്ളതും അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതുകൂടെ നോട്ട് ചെയ്യണം. ഇനി ഗ്ലോബൽ ടീച്ചർ പ്രൈസ് 2020 വിന്നർ ആയിരുന്നു എന്നുള്ളത് കൂടി നിങ്ങളൊരു ആഡഡ് പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്താൽ നന്നായിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 46th question. The International Day of Innocent Children Victims of Aggression is celebrated on dash every year to protect the rights of children. അപ്പം ചിൽഡ്രൻസിന്റെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റർനാഷണൽ ഡേ ഓഫ് ഇന്നസെന്റ് ചിൽഡ്രൻ വിക്ടിംസ് ഓഫ് അഗ്രഷൻ സെലിബ്രേറ്റ് ചെയ്യുന്ന എന്നാണ് ചോദ്യം. അതെന്താണ്? 4th June എവറി ഇയർ ടു പ്രൊട്ടക്ട് ദ ഗേൾസ് റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ. ജൂൺ 4 ഈ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇനി അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വായിച്ചു നോക്കാവുന്നതാണ്. സോ ലെറ്റ്സ് ഗോ ടു 47th question. Name the Indian personality who has been elected to the board of International Dairy Federation. അപ്പൊ ഇന്റർനാഷണൽ ഡയറി ഫെഡറേഷന്റെ ബോർഡിലേക്ക് എലക്ട് ചെയ്യപ്പെട്ട ഇന്ത്യൻ പേഴ്സണാലിറ്റി ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. The International Dairy Federation has unanimously elected R.S. Sodhi
ആരാണ്? മാനേജിംഗ് ഡയറക്ടർ, ഗുജറാത്ത് കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്. ഗുജറാത്ത് മാർക്കറ്റിംഗ് മിൽക്ക് ഫെഡറേഷൻ ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള RS സോധിയാണ് ഇന്റർനാഷണൽ ഡയറി ഫെഡറേഷന്റെ ബോർഡിലേക്ക് എലക്ട് ചെയ്യപ്പെട്ട ഇന്ത്യൻ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഇനി ഈസ് ദ അലൂമിനി ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് IRMA. ഹി ജോയിൻഡ് GCMMF. അപ്പൊ അദ്ദേഹത്തെ പറ്റിയുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. IDF ഈസ് ദ ഇന്റർനാഷണൽ. IDF എന്താണെന്ന് പറയുന്നുണ്ട്. ഫെഡറേഷൻ എൻഷുവേഴ്സ് ദ റൈറ്റ്സ് ഓഫ് പോളിസി, സ്റ്റാൻഡേർഡ് പ്രാക്ടീസസ് ആൻഡ് റെഗുലേഷൻ, മോണിറ്റർ ദ പ്രൊഡക്ഷൻ ഓഫ് ഡയറി പ്രൊഡക്ട്സ് ഗ്ലോബലി. അപ്പൊ ഡയറി പ്രൊഡക്ട്സിന്റെ കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ടാണല്ലോ ഇന്റർനാഷണൽ ഡയറി ഫെഡറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ IDF ഇന്റർനാഷണൽ ഡയറി ഫെഡറേഷന്റെ ബോർഡിലേക്ക് എലക്ട് ചെയ്യപ്പെട്ട ഇന്ത്യൻ പേഴ്സണാലിറ്റി ആണ് ആര്? RS സോധി. RS സോധി. അപ്പൊ ഇന്റർനാഷണൽ ഡയറി ഫെഡറേഷനോട് ചേർത്ത് പഠിക്കുക RS സോധി എന്നുള്ള പേര്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 48th ക്വസ്റ്റ്യൻ. Who has been appointed as the chairman of Magma Fincorp? അപ്പൊ മാഗ്മ ഫിൻകോർപ്പിന്റെ ചെയർമാൻ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ആരാണെന്നാണ് ചോദ്യം. മാഗ്മ ഫിൻകോർപ്പ് ഹാസ് അപ്പോയിന്റഡ് Adar Poonawalla as its chairman as part of a management overhaul following the Poonawalla controlled Rising Sun Holdings acquiring a controlling stake in it. Rising Sun invested ₹3456 crore in non-bank lender earlier this month. Magma will soon be rebranded to as Poonawalla Group Company. The leader has also appointed Ajay Bhutada as MD and Vijay Deshwal as CEO. ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം മാഗ്മ ഫിൻകോർപ്പിന്റെ ചെയർമാൻ ആരാണ്? അദർ പൂനാവാല ആണ്. അപ്പൊ ഇനി മുതൽ അത് പൂനാവാല ഗ്രൂപ്പ് കമ്പനി എന്നാണ് റീബ്രാൻഡ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ MD ആയിട്ട് അഭയ് ഭൂത്താഡയും അതേപോലെ തന്നെ CEO ആയിട്ട് വിജയ് ദേശവാളിനെയും അപ്പോയിന്റ് ചെയ്തു എന്നും പറയുന്നുണ്ട്. റൈസിംഗ് സൺ 3456 കോടി ഇൻവെസ്റ്റ് ചെയ്തു എന്നും പറയുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 49th ക്വസ്റ്റ്യൻ. The World Health Assembly of WHO has declared to officially observe World Neglected Tropical Diseases Day from now onwards on dash every year. The World Health Assembly of the World Health Organization has declared to officially observe World Neglected Tropical Disease Day, NTD Day. Neglected Tropical Diseases Day. അതെന്നാണ് ചോദ്യം. January 30. The World Health Assembly of WHO has declared to officially observe World Neglected Tropical Diseases Day from now onwards on January 30 every year എന്നാണ് പറഞ്ഞിരിക്കുന്നത്. The proposal to recognize the day was made by the UAE എന്നുള്ളതും പറയുന്നുണ്ട്. ഈ ഒരു പ്രപ്പോസൽ UAE ആണ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 50th ക്വസ്റ്റ്യൻ. 50ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. SAGE project, SAGE, SAGE project has been launched by the Ministry of Social Justice and Empowerment for dash. Social Justice Minister Thawar Chand Gehlot will launch Senior Care Aging Growth Engine. Adana SAGE, Senior Care Aging Growth Engine project to select, support and create a one-stop access of elderly care product and services by credible startup. അപ്പം SAGE എന്ന് പറയുന്ന ഈ ഒരു സീനിയർ കെയർ ഏജിംഗ് ഗ്രോത്ത് എൻജിൻ പ്രൊജക്ട് എന്തിനാണ്? ടു സെലക്ട്, സപ്പോർട്ട് ആൻഡ് ക്രിയേറ്റ്. സെലക്ട് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും എന്ത്? എ വൺ സ്റ്റോപ്പ് ആക്സസ് ഓഫ് എൽഡർലി കെയർ പ്രൊഡക്റ്റ്. എൽഡർലി കെയർ പ്രൊഡക്റ്റിന്റെ ഒരു വൺ സ്റ്റോപ്പ് ആക്സസ് ആൻഡ് സർവീസസ് ബൈ ക്രെഡിബിൾ സ്റ്റാർട്ടപ്സ്. അപ്പൊ അതാണ് SAGE എന്ന് പറയുന്നത്. അപ്പൊ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് മിനിസ്റ്റർ ആയിട്ടുള്ള താവർ ചന്ദ് ഗെഹ്ലോട്ട് ആണ് ഇത് ലോഞ്ച് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. എലോങ് വിത്ത് ദിസ് എ ഡെഡിക്കേറ്റഡ് SAGE പോർട്ടൽ വിൽ ഓൾസോ ബി ലോഞ്ച്. SAGE പോർട്ടലിലൂടെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ദ പോർട്ടൽ ഈസ് ഷേപ്ഡ് ഓൺ ദി റെക്കമെൻഡേഷൻസ് ഓഫ് എംപവേർഡ് കമ്മിറ്റി റിപ്പോർട്ട് ഓൺ സ്റ്റാർട്ടപ്പ് ഓഫ് എൽഡർലി. അതുപോലെ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് വിൽ ആക്ട് ആസ് എ ഫെസിലിറ്റേറ്റർ ഓഫ് ദി പ്രോജക്ട്. അപ്പൊ അതും പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അതിനകത്തുനിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യുക. SAGE എന്നുള്ള പേര് മറന്നു പോകാതിരിക്കുക. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 51st ക്വസ്റ്റ്യൻ. വേൾഡ് എൻവയോൺമെന്റ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ ഡാഷ്. വേൾഡ് എൻവയോൺമെന്റ് ഡേ എന്ന June 5. അതാരും മറക്കത്തില്ല. വേൾഡ് എൻവയോൺമെന്റ് ഡേ June 5 എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ തീം പറയുന്നുണ്ട് എക്കോ സിസ്റ്റം റീസ്റ്റോറേഷൻ ആണ് ഈ 2021 വേൾഡ് എൻവയോൺമെന്റ് ഡേയുടെ തീം എന്ന് പറയുന്നത്. അപ്പൊ എക്കോ സിസ്റ്റം റീസ്റ്റോറേഷൻ എന്നുള്ളത് ഓർത്തു വെക്കുക. അതെന്താണ്? വേൾഡ് എൻവയോൺമെന്റ് ഡേയുടെ തീമാണ്. The host country for 2021 World Environment Day is Pakistan. World Environment 2021 host country ആരാണ്? പാകിസ്ഥാൻ ആണ് എന്നുള്ളതും നോട്ട് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് നോട്ട് ചെയ്യാനുള്ളത്. സോ ലെറ്റ്സ് ഗോ ടു 52nd ക്വസ്റ്റ്യൻ.
which becomes the first bank in Asia Pacific and the second globally to offer the facility called Swift GPI Instant to cross-border inward payments. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ്, ബാങ്കിങ് കറണ്ട് അഫയേഴ്സിൽ വളരെ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട ഒരു ന്യൂസ്, അതുകൊണ്ട് തന്നെ വെരി ഇമ്പോർട്ടൻറ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ന്യൂസ്. ഏത് ബാങ്കാണ് ഏഷ്യ പസഫിക്കിലെ ആദ്യത്തെ ബാങ്ക് അല്ലെങ്കിൽ ഗ്ലോബലി രണ്ടാമത്തെ ബാങ്ക് ഏത് ഫെസിലിറ്റി ഓഫർ ചെയ്യുന്ന സ്വിഫ്റ്റ് GPI ഇൻസ്റ്റന്റ് ഓഫർ ചെയ്യുന്ന ബാങ്ക്? ICICI Bank has announced that it has tied up with Swift to offer a facility that helps overseas partner banks to send instant remittance on behalf of their customers to the beneficiary in India. വളരെ മികച്ച ഒരു ഓഫർ ആണത്. The beneficiary gets the credit to the bank account instantly, instant ആയിട്ട് ക്രെഡിറ്റ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. This makes ICICI Bank as the first in Asia Pacific and second globally. With this new service, we continue to live up to our commitment to offering customer-centric solutions. Details ആണ് പറയുന്നത്. Key benefits of GPI instant transfer 24/7 365 days ഉണ്ട് എന്നുള്ളതും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളോട് പറയുന്നുണ്ട്. ട്രാൻസ്പെറൻസി ഓൺ ചാർജസും ഇമ്മീഡിയറ്റ് അപ്ഡേറ്റ് ഓൺ ദി സ്റ്റാറ്റസ് ഓഫ് ട്രാൻസ്ഫേഴ്സും, ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്തുനിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യാൻ പറ്റിയ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ICICI ബാങ്ക് ആണ് എന്നുള്ളത് നോക്കുക, സ്വിഫ്റ്റ് GPI ഇൻസ്റ്റന്റ് എന്നുള്ളത് ഓർത്തു വെക്കുക, ഏഷ്യ പസഫിക്കിലെ ഫസ്റ്റ് ബാങ്കും ഗ്ലോബലി സെക്കൻഡ് ആണ് എന്നുള്ളതും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 53rd ക്വസ്റ്റ്യൻ. Private sector life insurer Bharati AXA Life Insurance has entered into a bank assurance partnership with which small finance bank? For Bharati AXA, ഏത് സ്മാൾ ഫിനാൻസ് ബാങ്കുമായിട്ടാണ് ടൈപ്പ് ആയത്? എന്തിന്? ഫോർ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇറ്റ്സ് ലൈഫ് ഇൻഷുറൻസ് പ്രോഡക്റ്റ് ത്രൂ ദ ബാങ്ക് പാൻ ഇന്ത്യ നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചസ്. അവരുടെ പ്രോഡക്റ്റ് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ആരുമായിട്ടാണ് അത്? ഷിവാലിക് സ്മാൾ ഫിനാൻസ് ബാങ്കുമായിട്ടാണ്. ഓക്കെ, അപ്പം ഭാരതി ആക്സയും ഷിവാലിക് സ്മാൾ ഫിനാൻസ് ബാങ്കും കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു ടൈപ്പിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അത് അവരുടെ പ്രോഡക്ട്സ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലൈഫ് ഇൻഷുറൻസ് പ്രോഡക്ട്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടാണ് ആ ഒരു എന്താ MOU അല്ലെങ്കിൽ ഈ ഒരു പാർട്ട്ണർഷിപ്പ് അവിടെ വന്നിരിക്കുന്നത്. ഡീറ്റെയിൽസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. സോ ലെറ്റ്സ് ഗോ ടു 54th ക്വസ്റ്റ്യൻ. Which country has announced to send 3 male astronauts to its space station next month for a 3-month stay to achieve another milestone in its ambitious space program? അപ്പൊ ഏത് രാജ്യമാണ് 3 മെയിൽ അസ്ട്രോനോട്ട്സിനെ വിടുന്നത് 3 മാസം സ്റ്റേ ചെയ്ത് ഒരു അനദർ മൈൽസ്റ്റോൺ അച്ചീവ് ചെയ്യാനായിട്ട് അവരുടെ സ്പേസ് പ്രോഗ്രാമിൽ? ആരാണ്? China has announced to send 3 male astronauts to its space station next month for a 3-month stay to achieve another milestone. These 3 astronauts will take the Shenzhou 12 spacecraft to the space station core cabin in June. They will conduct tasks including repair and maintenance, appliance switch, and scientific tasks on the space station after reaching. അപ്പോൾ വളരെ ഒരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ചൈന റെഡി ആയിട്ടുള്ളത്. അപ്പൊ 3 മെയിൽ അസ്ട്രോനോട്ട് 3 മാസം സ്റ്റേ ചെയ്യുന്നത് എവിടെ നിന്നുള്ളവരാണ്? ചൈനയിൽ നിന്നുള്ളവരാണ്. ഷെൻസോ 12 സ്പേസ് ക്രാഫ്റ്റിലാണ് അവര് സ്പേസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത് എന്നും പറയുന്നുണ്ട്. സോ ലെറ്റ്സ് ഗോ ടു 55th ക്വസ്റ്റ്യൻ. Which state or UT government has unveiled a solar-based electrification program for rural household in state? അപ്പം ഏത് സ്റ്റേറ്റ് അല്ലെങ്കിൽ UT ആണ് ഈ സോളാർ ബേസ്ഡ് ഇലക്ട്രിഫിക്കേഷൻ പ്രോഗ്രാം റൂറൽ ഹൗസ് ഹോൾഡിൽ ആ ഒരു പ്രോഗ്രാം കൊണ്ടുവരുന്നത് എന്നാണ് ചോദ്യം. Goa CM Pramod Sawant has unveiled solar-based electrification program for rural household. അപ്പം റൂറൽ ഏരിയാസിലുള്ളവർക്ക് സോളാർ ബേസ്ഡ് ഇലക്ട്രിഫിക്കേഷൻ കൊണ്ടുവരുന്ന സ്റ്റേറ്റ് ഏതാണ്? ഗോവയാണ്. അവിടുത്തെ CM ആരാണ്? പ്രമോദ് സാവന്ത് ആണ്. It will bring electricity to areas in Goa where grid connectivity is not feasible. Grid connectivity എത്തിക്കാൻ പറ്റാത്തടത്ത് അവർ ഈ ഒരു സോളാർ ബേസ്ഡ് ഇലക്ട്രിഫിക്കേഷൻ എത്തിക്കുന്നു. വളരെ മികച്ച ഒരു മൂവാണ്. It will be held in coordination with ഗ്രാം പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തിന്റെ കോർഡിനേഷനോട് കൂടിയിട്ടായിരിക്കും ഇത് നടക്കുക എന്നുള്ളതും അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 56th question. The central government has decided to extend the validity period of the teachers eligibility test qualifying certificate from 7 years to dash with retrospective effect from 2011. But central government എന്ത് ഡിസൈഡ് ചെയ്തു? വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്യാൻ. എന്തിന്റെ?
ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് ക്വാളിഫയിങ് സർട്ടിഫിക്കറ്റിന്റെ 7 വർഷത്തിൽ നിന്ന് എത്ര വർഷത്തേക്ക് എന്നാണ് ചോദ്യം. Union Education Minister Ramesh Pokhriyal Nishank has announced that the validity period of the teachers eligibility test qualifying certificate has been extended from present 7 years to lifetime with respective effect from 2011. 7 വർഷം വാലിഡിറ്റി ഉണ്ടായിരുന്ന ലൈഫ് ടൈം വാലിഡിറ്റി ആയിട്ട് ഒരു ഭയങ്കര മൂവാണ്. അപ്പോൾ സെൻട്രൽ യൂണിയൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആണ് രമേശ് പോഖ്രിയാൽ നിഷാങ്ക്, അദ്ദേഹമാണ് ഇത് അനൗൺസ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. തെറ്റാണ്. അതായത് ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് ക്വാളിഫയിങ് സർട്ടിഫിക്കറ്റിന് 7 വർഷമല്ല, ലൈഫ് ടൈം ഒരു ക്വാളിഫയിങ് സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ട് അല്ലെങ്കിൽ വാലിഡിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഇതിനകത്തുകൂടി നമുക്ക് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 57th ക്വസ്റ്റ്യൻ. What amount of on-tap liquidity window has been launched by RBI for contact-intensive sectors? അപ്പോൾ RBI has launched a separate liquidity window. RBI എന്ത് ലോഞ്ച് ചെയ്തു? ഒരു സെപ്പറേറ്റ് ലിക്വിഡിറ്റി വിൻഡോ ലോഞ്ച് ചെയ്തു ഓഫ് ₹15,000 crore for contact-intensive sectors including hotels and restaurant, tourism travel agents, tour operators, and adventure heritage facilities, aviation ancillary services, ground handling, supply chain, car repair service, etc. അപ്പൊ ഇങ്ങനെയുള്ള കോൺടാക്ട് ഇന്റൻസീവ് സെക്ടേഴ്സിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ലിക്വിഡിറ്റി വിൻഡോ 15,000 കോടിയുടെ സ്പെഷ്യൽ ലിക്വിഡിറ്റി വിൻഡോ RBI ലോഞ്ച് ചെയ്തു എന്നുള്ളതാണ് ന്യൂസ്. ടെന്യൂർ ഓഫ് ദിസ് വിൻഡോ ഷാൽ ബി ഓഫ് അപ് ടു 3 years at repo rate. മൂന്ന് വർഷത്തേക്കായിരിക്കും ഇതിന്റെ ടെന്യൂർ. റിപ്പോ റേറ്റിലായിരിക്കും അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് വരിക എന്നും പറയുന്നുണ്ട്. ഇറ്റ് വിൽ ബി അവൈലബിൾ ടിൽ March 31, 2022. 2022 മാർച്ച് 31 വരെ അവൈലബിൾ ആയിരിക്കും. അണ്ടർ ദി സ്കീം RBI ഹാസ് അഡ്വൈസ്ഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ടു ക്രിയേറ്റ് എ കോവിഡ് ലോൺ ബുക്ക്. അപ്പോൾ ഒരു കോവിഡ് ലോൺ ബുക്ക് ഉണ്ടാക്കാനും അഡ്വൈസ് ചെയ്തിട്ടുണ്ട് RBI കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെ. അപ്പൊ 15,000 കോടിയുടെ, അതാണ് വാട്ട് എമൗണ്ട് ഓഫ് ഓൺ ടാപ്പ് ലിക്വിഡിറ്റി വിൻഡോ എന്ന് ചോദിച്ചിരിക്കുന്നത്. 15,000 കോടിയുടെ ഓൺ ടാപ്പ് ലിക്വിഡിറ്റി വിൻഡോ ആണ് RBI കോൺടാക്ട് ഇന്റൻസീവ് സെക്ടേഴ്സിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. കോൺടാക്ട് ഇന്റൻസീവ് സെക്ടേഴ്സിന്റെ പേരാണ് അവിടെ അവർ സ്പെഷ്യലി മെൻഷൻ. ഹോട്ടൽസ്, റെസ്റ്റോറന്റ്, ടൂറിസം, ട്രാവൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാവാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 58th ക്വസ്റ്റ്യൻ. സർ Anirudh Jugnauth അങ്ങനെ വേണേ വായിക്കാം. who has passed away recently was the former president of which country? ഇപ്പോൾ നേരത്തെ ഒരു ഫോർമർ പ്രസിഡന്റ് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോ അനിരുദ്ധ് ജുഗ്നാഥ്, അപ്പൊ അദ്ദേഹത്തിന്റെ ഒബിച്ചറി ന്യൂസ് ആണ്. ഏത് രാജ്യത്തിന്റെ ഫോർമർ പ്രൈം മിനിസ്റ്റർ ആണ് എന്നാണ് ചോദ്യം. ഏതാണ്? മൗറീഷ്യസ് ആണ്. മൗറീഷ്യസിന്റെ ഫോർമർ പ്രൈം മിനിസ്റ്റർ ആണ് അനിരുദ്ധ് ജുഗ്നാഥ് എന്നുള്ളത്. അപ്പൊ ജുഗ്നാഥ് എന്നുള്ള പേരും മൗറീഷ്യസുമായിട്ട് കണക്ട് ചെയ്യുക. ഒബിച്ചറി ന്യൂസ് ആണ്. ഹി വാസ് 91, 91ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പ്രൊഫഷനെ പറ്റിയിട്ടും ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. അപ്പൊ അനിരുദ്ധ് ജുഗ്നാഥ് എന്നുള്ള പേരും മൗറീഷ്യസ് PM ഒബിച്വറി ന്യൂസ് ആണെന്നുള്ളതും കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 59th ക്വസ്റ്റ്യൻ. Who has won International Booker Prize 2021? Very important news. അപ്പൊ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിന്റെ ജേതാവ് ആരാണ് എന്നാണ് ചോദ്യം. ഫ്രഞ്ച് റൈറ്റർ David Diop has won International Booker Prize. David Diop എന്താണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് 2021 ഫോർ ഹിസ് ഫിക്ഷൻ അറ്റ് നൈറ്റ് ഓൾ ബ്ലഡ് ഈസ് ബാക്ക്. അപ്പൊ ആ ഒരു ഫിക്ഷൻ ആണ് ഈ ഒരു ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ഡേവിഡ് ഡയപ്പ് ആണ്, ഫ്രഞ്ച് റൈറ്റർ ആണ്. അപ്പം എവിടെ നിന്നുള്ളതാണെന്ന് ചോദിച്ചാൽ ഫ്രാൻസ് ആണെന്ന് പറയുക. ദി നോവൽ ഈസ് നറേറ്റഡ് ബൈ ആൽഫ ഇന്ത്യായെ എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഡെപ്പിക്, അതെന്താണ് ഡെപ്പിക്ട് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. He was honored, അദ്ദേഹത്തിന് കിട്ടിയ അവാർഡിനെ പറ്റി പറയുന്നുണ്ട്. He is the first French author to win the prize എന്നുള്ളത് നോട്ട് ചെയ്യണം. 2020 winner of the International Booker Prize was Marie-Lucas Rijneveld with her translator Michael Hutchison for a debut novel of the ഡിസ്കംഫേർട്ട് ഓഫ് ഈവനിങ് എന്നുള്ള നോവലിന് കഴിഞ്ഞ വർഷം 2020 ബുക്കർ പ്രൈസിനെ പറ്റിയിട്ടും അവരവിടെ ഒന്ന് മെൻഷൻ ചെയ്തു പറയുന്നുണ്ട്. 2021 ബുക്കർ പ്രൈസ് കിട്ടിയത് ഡേവിഡ് ഡയോപ്പിനാണ്. ഫ്രഞ്ച് റൈറ്റർ ആണ്. അറ്റ് നൈറ്റ് ഓൾ ബ്ലഡ് ഈസ് ബാക്ക് എന്നാണ് അദ്ദേഹത്തിന്റെ ഫിക്ഷന്റെ പേര്. അതേപോലെ തന്നെ അത് ആദ്യത്തെ ഫ്രഞ്ച് ഓതർ ആണ് എന്നുള്ളതും അവിടെ അവര് നോട്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. സോ ലെറ്റ്സ് ഗോ ടു 60th ക്വസ്റ്റ്യൻ. 60ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which IIT has recently hosted virtually Asia's first international memory studies workshop? അപ്പൊ ഏത് IIT ആണ്
ഏഷ്യാസ് ഫസ്റ്റ് ഇന്റർനാഷണൽ മെമ്മറി സ്റ്റഡീസ് വർക്ക്ഷോപ്പ് വിർച്വലി ഹോസ്റ്റ് ചെയ്തത് എന്നാണ് ചോദ്യം. ദ IIT മദ്രാസ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ് Center for Memory Studies recently hosted virtually Asia's first international memory studies workshop. IIT Madras ആണെന്നുള്ള നോട്ട് ചെയ്യുക. Indian Network for Memory Studies INMS, the first national network in the field of Asia under the aegis of the International Memory Studies Association, Amsterdam. ഇനി വർക്ക്ഷോപ്പിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്കത് വായിച്ചു നോക്കണമെങ്കിൽ വായിച്ചു നോക്കാവുന്ന കാര്യമാണ്. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങൾ വായിച്ചു നോക്കിക്കൊള്ളുക. ഓക്കെ, so let's go to 61st question. Agriculture Minister Narendra Singh Tomar launched which program by distributing high yielding varieties of seeds of pulses and oil seeds to farmers? അപ്പോൾ അഗ്രികൾച്ചർ മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്ര സിംഗ് തൊമാർ എന്ത് ലോഞ്ച് ചെയ്തു? ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തു. എന്ത്? ബൈ ഡിസ്ട്രിബ്യൂട്ടിംഗ് ഹൈ yielding varieties of seeds of pulses and oil seeds. അപ്പം പൾസസിന്റെയും ഓയിൽ സീഡിന്റെയും ഹൈ yielding വെറൈറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ലോഞ്ച് ദ വിച്ച് പ്രോഗ്രാം, ആ പ്രോഗ്രാമിന്റെ പേര് അല്ലെങ്കിൽ എന്ത് പ്രോഗ്രാം ആണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. യൂണിയൻ അഗ്രികൾച്ചർ മിനിസ്റ്റർ ഹാസ് ലോഞ്ച്ഡ് സീഡ് മിനി കിറ്റ് പ്രോഗ്രാം. ഇതാണ് ആ പ്രോഗ്രാമിന്റെ പേര്, സീഡ് മിനി കിറ്റ്. ഹൈ yielding വെറൈറ്റീസ് ഓഫ് പൾസസ് ആൻഡ് ഓയിൽ സീഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോഗ്രാമിന്റെ പേരാണ് സീഡ് മിനി കിറ്റ് എന്നുള്ളത്. അഗ്രികൾച്ചർ മിനിസ്റ്റർ നരേന്ദ്ര സിംഗ് തൊമാർ ആണ് ഇത് ലോഞ്ച് ചെയ്തത് എന്നുള്ളത് ഓർത്തിരിക്കുക. അതെന്താണെന്നുള്ളതും ഓർത്തിരിക്കുക. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 62nd question. In tennis, who has won the first edition of 2021 Belgrade Open Singles? 2021 Belgrade Open Singles in tennis, who has won the first edition? ആരാണ് ദ ഫസ്റ്റ് എഡിഷനിൽ ആരാണ് വിൻ ചെയ്തത് എന്നാണ് ചോദ്യം. 2021 ബെൽഗ്രേഡ് ഓപ്പൺ സിംഗിൾസ് എന്നാണ് പേര്. ഇൻ ടെന്നീസ് ദ വേൾഡ് നമ്പർ 1 നൊവാക് ജോക്കോവിച്ച്, സെർബിയ ആയിട്ടുള്ള നൊവാക് ജോക്കോവിച്ച് ആണ് ബെൽഗ്രേഡ് ഓപ്പൺ 2021 ബെൽഗ്രേഡ് ഓപ്പൺ സിംഗിൾസിൽ ടെന്നീസിൽ വിൻ ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഡിഫീറ്റഡ് വേൾഡ് നമ്പർ 1 255 അലക്സ് മോൾക്കാൻ, സ്ലോവാക്യൻ ആയിട്ടുള്ള അലക്സ് മോൾക്കാനെ തോപ്പിച്ചുകൊണ്ടാണ് നൊവാക് ജോക്കോവിച്ച്, സെർബിയൻ ആയിട്ടുള്ള നൊവാക് ജോക്കോവിച്ച് ഈ ഒരു ബെൽഗ്രേഡ് ഓപ്പൺ സിംഗിൾസ് കരസ്ഥമാക്കിയിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. ദിസ് വാസ് ദ ഫസ്റ്റ് എഡിഷൻ ഓഫ് ദ ടൂർണമെന്റ് എന്നുള്ളതാണ് ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 63rd question. The World Day Against Speciesism is marked annually on dash. The World Day Against Speciesism is marked on June 5 every year. June 5 ന് പ്രത്യേകത ഉണ്ട്, ഓർത്തെടുത്തോളുക. To stop discrimination based on species membership. The term speciesism refers to the assignment of different rights, values or special consideration to individuals solely on the basis of their species. അപ്പൊ അതാണ് സ്പെസിസിസം എന്ന് പറയുന്നത്, സ്പീഷീസിസം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, കൺസിഡറിങ് ഹ്യൂമൻ സുപ്പീരിയർ ടു അതർ ആനിമൽസ് ഗ്രാൻഡിങ് ഓൺലി ഹ്യൂമൻസ് റൈറ്റ്. അങ്ങനെയുള്ള കാര്യങ്ങൾ. കൺസിഡറിങ് സർട്ടൺ ആനിമൽസ് ടു ബി സുപ്പീരിയർ ടു അതർ ആനിമൽസ് ബിക്കോസ് ഓഫ് എ സിമിലാരിറ്റി, ഫെമിലിയാരിറ്റി ഓർ യൂസ്ഫുൾനെസ് ടു ഹ്യൂമൻസ്. അങ്ങനെയുള്ള കാര്യങ്ങൾ. ഡെലിബറേറ്റ്ലി ഹാമിങ് ഓർ റെഫ്യൂസിങ് എയ്ഡ് ടു ആനിമൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള വേൾഡ് ഡേ അഗൈൻസ്റ്റ് സ്പെസിസിസം ഈസ് സപ്പോർട്ടഡ് ബൈ പീപ്പിൾ ഓഫ് ദി എത്തിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ആനിമൽസ്, PETA, Farm Animal Right Movements, FARM, and other animal right groups to promote this idea among the general public. അപ്പോൾ വേൾഡ് ഡേ അഗൈൻസ്റ്റ് സ്പീഷീസിസം ആണ് ജൂൺ 5 എന്ന് പറയുന്നത്. സ്പീഷീസിസം എന്താണെന്നുള്ളതാണ് അവിടെ റെഫർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 64th question. Name the winner of the prestigious 2021 Nature TTL Photography Awards. അപ്പൊ നേച്ചർ TTL Photography Award 2021 prestigious award ആണ്. അതിന്റെ വിന്നറിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. കേരള ബേസ്ഡ് തോമസ് വിജയൻ, who is now settled in Canada, has won 2021 Nature TTL Photography Awards for his photo of an orangutan climbing on a tree. അപ്പോൾ ഒരു മരത്തെ കയറുന്ന ഒറാങ്കുട്ടാന്റെ ഫോട്ടോയ്ക്കാണ് ഈ ഒരു നേച്ചർ TTL ഫോട്ടോഗ്രാഫി അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ കാനഡയിൽ സെറ്റിൽഡ് ആയിട്ടുള്ള കേരളക്കാരനായിട്ടുള്ള തോമസ് വിജയനാണ് ഈ ഒരു അവാർഡ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നോട്ട് ചെയ്യുക. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിന്റെ ടൈറ്റിലും അതേപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വായിച്ചു നോക്കാവുന്നതാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 65th question. വാട്ട് ഈസ് ദ കറന്റ് SLR? എന്താണ് SLR എന്ന് ആദ്യം അറിയണം. അപ്പോൾ RBI ഹാസ് അനൗൺസ്ഡ് ബൈ മന്ത്ലി മോണിറ്ററി പോളിസി റിവ്യൂ
ഫോർ ജൂൺ 2021. ഈ ബൈമന്ത്ലി മോണിറ്ററി പോളിസി എന്നുള്ളതൊക്കെ ബാങ്കിങ് അവയർനെസ്സിൽ പഠിക്കുന്ന ടേംസ് ആണ്. ഈ ബൈമന്ത്ലി മോണിറ്ററി പോളിസീസ് ആണ് ഈ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനെ ബേസ് ചെയ്ത് റിവൈസ് ചെയ്യും. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ് ഈ ബൈമന്ത്ലി മോണിറ്ററി പോളിസി. അപ്പൊ അത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും. ബൈമന്ത്ലി ആയതുകൊണ്ട് തന്നെ 2 മാസം കൂടുമ്പോൾ അത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും. അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പം അതിന്റെ റേറ്റ്സ് ആണ്. RBI ഹാസ് കണ്ടിന്യൂഡ് വിത്ത് അക്കോമഡേറ്റീവ് സ്റ്റാൻസ്. RBI has projected real GDP growth for India at 9.5% in 2021-22. 2021-22 ഇയറിൽ 9.5% ആണ് GDP ഗ്രോത്ത് പ്രൊജക്ട് ചെയ്യുന്നത്. കീ പോളിസി റേറ്റ്സ് നോക്കാം. റിപ്പോ റേറ്റ് 4%, റിവേഴ്സ് റിപ്പോ 3.35%, MSF 4.25%, ബാങ്ക് റേറ്റ് 4.25%, CRR ക്യാഷ് റിസർവ് റേഷ്യോ 4%, SLR 18%, SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. അതാണ്. RBI ഗവർണർ ആരാണ്? ശക്തികാന്ത് ദാസ് ആണ്. ഈ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ബാങ്കിങ് അവയർനെസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 66th ക്വസ്റ്റ്യൻ. Which Asian country is going to host second United Nations Global Sustainable Transport Conference from 14 to 16 October 2021? 14 മുതൽ 16 ഒക്ടോബർ വരെ നടക്കുന്ന യുണൈറ്റഡ് നേഷൻസ് ഗ്ലോബൽ സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ട് കോൺഫറൻസ് അത് ഹോസ്റ്റ് ചെയ്യുന്നത് ഏത് ഏഷ്യൻ കൺട്രി ആണ് എന്നാണ് ചോദ്യം. ചൈന ഈസ് ഹോസ്റ്റിംഗ് സെക്കൻഡ് യുണൈറ്റഡ് നേഷൻസ് ഗ്ലോബൽ സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ട് കോൺഫറൻസ് ഫ്രം 14 to 16 ഒക്ടോബർ. അപ്പൊ ട്രാൻസ്പോർട്ട് കോൺഫറൻസ് എന്നുള്ളതാണ് ഇവിടെ ഓർത്തിരിക്കേണ്ടത്. ചൈനയാണ് ട്രാൻസ്പോർട്ട് കോൺഫറൻസിന് സെക്കൻഡ് യുണൈറ്റഡ് നേഷൻസ് ഗ്ലോബൽ കോൺഫറൻസ് ബീജിംഗിൽ വെച്ചിട്ടായിരിക്കും അത് ഹോസ്റ്റ് ചെയ്യുക എന്നുള്ളത് അവർ സ്പെസിഫൈ ചെയ്തും പറയുന്നുണ്ട്. സോ അത് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇറ്റ് വാസ് ഷെഡ്യൂൾ ടു ബി ഹെൽഡ് ഫ്രം 5 to 7 May 2020 ഇൻ ബീജിംഗ്. ഷെഡ്യൂൾ ചെയ്തിരുന്നത് മെയ് 5 തൊട്ട് 7 വരെ നടത്താനായിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. അത് ഇമ്പോർട്ടന്റ് അല്ലെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ബീജിംഗിലാണ്, ചൈനയാണ് അത് ഹോസ്റ്റ് ചെയ്യുന്നത്. യുണൈറ്റഡ് നേഷൻ ഗ്ലോബൽ സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ട് കോൺഫറൻസ് ആണ് ഒക്ടോബറിലാണ് നടക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ അതിനകത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട പോയിന്റ് തന്നെയാണ്. ബാക്കിയുള്ളത് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്ന കാര്യങ്ങളാണ്. സോ ലെറ്റ്സ് ഗോ ടു 67th ക്വസ്റ്റ്യൻ. വൈസ് അഡ്മിറൽ റവനീത് സിംഗ് ഹാസ് ബീൻ sworn in as the deputy chief of naval staff. Who was in this position before him? Okay, അപ്പം റവനീത് സിംഗ് വൈസ് അഡ്മിറൽ ആണ്. ഇപ്പൊ ഡെപ്യൂട്ടി ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് ആണ്. ഇപ്പോൾ നേവൽ സ്റ്റാഫിന്റെ ഡെപ്യൂട്ടി ചീഫായിട്ട് സ്വാൺ ഇൻ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനു മുന്നേ ഇവിടെ ആരായിരുന്നു എന്നാണ് ചോദ്യം. അപ്പൊ അതേ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഹി വാസ് കമ്മീഷൻഡ് ഇൻ ടു ഇന്ത്യൻ നേവി ഇൻ 1983 ആൻഡ് സ്പെഷ്യലൈസ്ഡ് ഇൻ ഏവിയേഷൻ. ഫ്ലാഗ് ഓഫീസർ ഈസ് എ ക്വാളിഫൈഡ് ഫ്ലൈയിങ് ഇൻസ്ട്രക്ടർ വിത്ത് മാസ്റ്റർ ഗ്രീൻ ഇൻസ്ട്രുമെന്റൽ റേറ്റിംഗ്. ഹി സക്സീഡഡ് വൈസ് അഡ്മിറൽ MS പവാർ. അപ്പൊ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ. MS പവാർ, അഡ്മിറൽ MS പവാർ ആയിരുന്നു ഇതിനു മുന്നേ. ഇപ്പോൾ ഉള്ളത് അഡ്മിറൽ റവനീത് സിംഗ് ആണ്. ഡെപ്യൂട്ടി ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് ആണ് അഡ്മിറൽ റവനീത് സിംഗ്. അപ്പൊ റവനീത് സിംഗ് എന്നുള്ള പേര് ഓർത്തിരിക്കുക. ഇനി അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വായിച്ചു നോക്കി മനസ്സിലാക്കാവുന്നതാണ്. സോ ലെറ്റ്സ് ഗോ ടു 68th ക്വസ്റ്റ്യൻ. Who has topped ICC Women's T20I batting rankings again? അപ്പൊ എഗെയിൻ എന്നുള്ള ഇതിന് മുന്നേ ഒരാൾ തന്നെയായിരുന്നു, അദ്ദേഹത്തിന് തന്നെ കിട്ടിയെന്നാണ് പറയുന്നത്. ICC വുമൻസ് T20I ബാറ്റിംഗ് റാങ്കിങ്സിൽ ടോപ്പ് വന്നത് ആരാണ് എന്നാണ് ചോദ്യം. ടീനേജ് ഇന്ത്യ ബാറ്റ്സ്വുമൻ ഷഫാലി വർമ്മ, ഇന്ത്യൻ ഓപ്പണർ ആയിട്ടുള്ള ഷഫാലി വർമ്മ തന്നെയാണ് ICC വുമൻസ് T20I ബാറ്റിംഗ് റാങ്കിങ്സിൽ ടോപ്പിൽ വന്നിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഷി വാസ് പ്രൊക്ലെയിംഡ് ആസ് ദി സക്സസർ ഓഫ് സ്മൃതി മന്ദാന. സ്മൃതി മന്ദാനയുടെ സക്സസർ ആണ് എന്നാണ് അറിയപ്പെടുന്നത്. വളരെ മികച്ച ഒരു ബാറ്റ്സ്വുമൻ ആണ് ഷഫാലി വർമ്മ. ഇന്ത്യൻ ഓപ്പണർ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. T20I ബാങ്കിംഗ് റാങ്കിങ്സിൽ ടോപ്പിൽ വീണ്ടും അതേ പൊസിഷൻ റീറ്റൈൻ ചെയ്തു എന്നുള്ളതാണ് ന്യൂസ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 69th ക്വസ്റ്റ്യൻ. How many new flying training academies are there to be set up for India under the Liberal Flight Training Organization FTO policy of the Airports Authority of India? അപ്പൊ AAIയുടെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ലിബറൽ ഫ്ലൈറ്റ് ട്രെയിനിങ് ഓർഗനൈസേഷൻ പോളിസി, അതിന്റെ ആ ഒരു അണ്ടറിൽ എത്ര ഫ്ലൈയിങ് ട്രെയിനിങ് അക്കാഡമീസ് ആണ് ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇന്ത്യ ഈസ് സെറ്റ് ടു ഗെറ്റ് 8 new flying training academies under liberalized flying training organization policy of Airport Authority of India. അപ്പൊ 8 ഫ്ലൈയിങ് ട്രെയിനിങ് അക്കാഡമീസ് ആണ് ഇന്ത്യയിൽ വരാൻ പോകുന്നത്. വളരെ മികച്ച ഒരു ന്യൂസ് ആണ്. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് കാറ്റഗറിയിൽ നിങ്ങൾ പെടുത്തേണ്ട ഒരു ന്യൂസും കൂടിയാണിത്. 8 പുതിയ ഫ്ലൈയിങ് ട്രെയിനിങ് അക്കാഡമീസ് ആണ് ഇന്ത്യയിൽ വരാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 70th ക്വസ്റ്റ്യൻ.
Air Marshal Vivek Ram Chaudhary, Air Marshal Vivek Ram Chaudhary has been appointed as the next Vice Chief of the Air Staff. നമ്മൾ നേരത്തെ നേവൽ പറഞ്ഞു, ഇപ്പോൾ Vice Chief of the Air Staff ആരാണ്? എയർ മാർഷൽ ആയിട്ടുള്ള വിവേക് റാം ചൗധരി. He will succeed whom to take over the charge. അപ്പൊ അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്? The Appointments Committee of Cabinet has appointed Ace Flight Pilot Air Marshal Vivek Ram Chaudhary as the next Vice Chief of Air Staff. Chaudhary will replace incumbent Air Marshal H.S. Arora. H.S. Arora ആണ് റീപ്ലേസ് ചെയ്യുന്നത്. H.S. Arora who will superannuate on June 13, 2021. അപ്പോൾ ചൗധരിയാണ് ഇപ്പോഴത്തെ എന്ത് വൈസ് ചീഫ് ഓഫ് എയർ സ്റ്റാഫ്. അപ്പോൾ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന H.S. Arora ആണ്. ഇപ്പോൾ ഉള്ളത് വിവേക് റാം ചൗധരി അല്ലെങ്കിൽ VR ചൗധരി എന്നൊക്കെ നിങ്ങൾക്ക് ഓപ്ഷനിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 71st question. Which public sector undertakings has become the signatory to the prestigious United Nations Global Compact's CEO Water Mandate? എന്താണ്? ഏത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ് എന്ത് ഹാസ് ബിക്കം എ സിഗ്നേറ്ററി ഓഫ് ദി പ്രസ്റ്റീജിയസ് യുണൈറ്റഡ് നേഷൻസ് ഗ്ലോബൽ കോമ്പാക്ട് സിഇഒ വാട്ടർ മാൻഡേറ്റ്? അപ്പൊ UN ഗ്ലോബൽ കോമ്പാക്ട് സിഇഒ വാട്ടർ മാൻഡേറ്റിന്റെ സിഗ്നേറ്ററി ആയിട്ട് ഏത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ് വന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇന്ത്യസ് ലാർജസ്റ്റ് പവർ യൂട്ടിലിറ്റി NTPC ലിമിറ്റഡ് അണ്ടർ മിനിസ്ട്രി ഓഫ് പവർ ഹാസ് ബിക്കം ദ സിഗ്നേറ്ററി ഓഫ് UN ഗ്ലോബൽ കോമ്പാക്ട് സിഇഒ വാട്ടർ മാൻഡേറ്റ്. ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറി ന്യൂസ് തന്നെയാണ് ഇത്. അപ്പൊ അത് അതിന്റെ ആ ഒരു സീരിയസ്നെസ്സിൽ തന്നെ പഠിക്കുക. NTPCയെ പറ്റിയിട്ട് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു ന്യൂസും കൂടിയാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ NTPC യുണൈറ്റഡ് നേഷൻ ഗ്ലോബൽ കോമ്പാക്ട് സിഇഒ വാട്ടർ മാൻഡേറ്റിന്റെ ആ ഒരു സിഗ്നേറ്ററി ആയിട്ട് വന്നു എന്നുള്ളൊരു ന്യൂസ് ആണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വായിച്ചു നോക്കാവുന്നതാണ്. സോ ലെറ്റ്സ് ഗോ ടു 72nd question. Which union territory has launched the UNTAB scheme for students, under which about 12,300 tablets were distributed among students? അപ്പൊ 12,300 ടാബ്ലറ്റ് സ്റ്റുഡൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് UNTAB സ്കീം കൊണ്ടുവന്നത് ഏത് യൂണിയൻ ടെറിട്ടറി ആണ് എന്നാണ് ചോദ്യം. അപ്പൊ ലഫ്റ്റനന്റ് ഗവർണർ ഓഫ് ലഡാക്ക് RK Mathur launched a scheme called UNTAB. അപ്പൊ ലഡാക്ക് ലെഫ്റ്റനന്റ് ഗവർണർ ആയിട്ടുള്ള RK Mathur ആണ് ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തത്, UNTAB എന്ന് പറയുന്നത്. അതായത് 12,300 ടാബ്ലറ്റ് ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും? ആ യൂണിയൻ ടെറിട്ടറിയിലുള്ള സ്റ്റുഡൻസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അവരുടെ എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് UNTAB എന്നുള്ള സ്കീം. അപ്പൊ ഇത് കൊണ്ടുവന്നത് ലഡാക്ക് ആണ്, യൂണിയൻ ടെറിട്ടറിയിലുള്ള ലഡാക്ക് ആണ്. ലഡാക്കിന്റെ ലെഫ്റ്റനന്റ് ഗവർണർ ആയിട്ടുള്ള RK Mathur ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ അത് അൺവീൽ ചെയ്തത് എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഇവിടെ നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതുമാണ്. സോ ലെറ്റ്സ് ഗോ ടു 73rd question. The World Food Safety Day is observed every year on which date? അപ്പൊ വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ എന്നാണ് ചോദ്യം. June 7 ആണ് വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ. അപ്പൊ വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ June 7. ഓർത്തിരിക്കുക, June 7 വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ. തീം ഉണ്ട് സേഫ് ഫുഡ് ടുഡേ ഫോർ എ ഹെൽത്തി ടുമോറോ. സേഫ് ഫുഡ് ടുഡേ ഫോർ എ ഹെൽത്തി ടുമോറോ. അപ്പൊ തീമൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡേ ഓർത്തിരുന്നെങ്കിൽ തീം ഓർത്തിരിക്കണം. തീമാണ് കൂടുതലും ചോദിക്കാൻ സാധ്യത. അപ്പോൾ വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ അതിന്റെ June 7 ആണ്. അതിന്റെ തീമാണ് സേഫ് ഫുഡ് ടുഡേ ഫോർ എ ഹെൽത്തി ടുമോറോ. സോ ലെറ്റ്സ് ഗോ ടു 74th question. Who has won the Formula 1 Azerbaijan Grand Prix 2021 in Baku? അസർബൈജാൻ ഗ്രാൻഡ് പ്രി ആരാണ് നേടിയത് എന്നാണ് ചോദ്യം. റെഡ് ബുൾസ് സെർജിയോ പെരേസ് won the chaotic Azerbaijan Grand Prix with both Max Verstappen and Lewis Hamilton failing to finish. അപ്പൊ സാധാരണ മാക്സ് വെർസ്റ്റപ്പനും ലൂയിസ് ഹാമിൽട്ടണും ആണ് സാധാരണ കൂടുതലും പ്രൈസുകൾ മേടിക്കാറുള്ളത്. ബട്ട് അവരെല്ലാം തോൽപ്പിച്ചുകൊണ്ട് റെഡ് ബുള്ളിന്റെ സെർജിയോ പെരേസിനാണ് അസർബൈജാൻ ഗ്രാൻഡ് പ്രിക്സ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഡിഫറെന്റ് ന്യൂസ് ആണ്. അപ്പൊ അസർബൈജാൻ ഗ്രാൻഡ് പ്രിക്സ് നേടിയിരിക്കുന്നത് സെർജിയോ പെരേസ് ആണ് റെഡ് ബുള്ളിന്റെ. അപ്പൊ അതെന്താണ്? കാവോട്ടിക് അസർബൈജാൻ ഗ്രാൻഡ് പ്രി എന്നാണ് പറയുന്നത്. വിത്ത് ബോത്ത് മാക്സ് വെർസ്റ്റപ്പൻ ആൻഡ് ലൂയിസ് ഹാമിൽട്ടൺ ഫെയിലിംഗ് ടു ഫിനിഷ് എന്നുള്ളതും അവർ പറയുന്നുണ്ട്. ദിസ് വാസ് ദ ഫസ്റ്റ് വിൻ ഓഫ് പെരേസ് സിൻസ് ജോയിനിങ് റെഡ് ബുൾ. റെഡ് ബുള്ളിൽ ജോയിൻ ചെയ്തതിന് ശേഷമുള്ള ആദ്യത്തെ ജയമാണ് ആരുടെ? പെരേസിന്റെ എന്നുള്ളതും അവിടെ പറയുന്നുണ്ട്. അപ്പം അസർബൈജാൻ ഗ്രാൻഡ് പ്രിക്സ്, ബാക്കുവിൽ നടന്ന അസർബൈജാൻ ഗ്രാൻഡ് പ്രിക്സ് നേടിയത് ആരാണ്? സെർജിയോ പെരേസ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 75th question. The Mission Innovation Clean Tech Exchange has been launched by which country? അപ്പോൾ ക്ലീൻ ടെക് എക്സ്ചേഞ്ച് ഏത് കൺട്രിയാണ് ലോഞ്ച് ചെയ്തത്? മിഷൻ ഇന്നോവേഷൻ. The governments of 23 nations, including India, have collectively launched a bold new plan called Mission Innovation 2.0
to catalyze action and spearhead the decade of innovation for global investment in clean energy research, development, and demonstration. Mission Innovation 2.0 is the second phase of the Global Mission Innovation Initiative, launched alongside the Paris Agreement at the 2015 COP21 conference. The new initiative was launched at the Innovating to Net Zero Summit hosted by Chile. As part of this platform, India has launched the Mission Innovation Clean Tech Exchange. അപ്പോൾ ആൻസർ ഇവിടെയാണ്. ക്ലീൻ ടെക് എക്സ്ചേഞ്ച് ആരാണ് കൊണ്ടുവന്നത്? ഇന്ത്യ തന്നെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ as part of this platform, India has launched the Mission Innovation Clean Tech Exchange to create a network of incubators across member countries. The network will provide access to the expertise and market insight needed to support new technologies to access new markets globally. അപ്പോൾ മിഷൻ ഇന്നോവേഷൻ 2.0 പറ്റിയിട്ടും പറയുന്നുണ്ട്, അതേപോലെ തന്നെ ക്ലീൻ ടെക് എക്സ്ചേഞ്ചിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. അപ്പൊ ഇന്ത്യയാണ് ക്ലീൻ ടെക് എക്സ്ചേഞ്ച് ലോഞ്ച് ചെയ്തത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ വായിച്ചു നോക്കാവുന്നതാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 76th ക്വസ്റ്റ്യൻ. United Nations Decade on Ecosystem Restoration 2130 will be led by UNEP jointly with which organization? എന്താണ്? On the occasion of World Environment Day 2021 on 5th June, the United Nations Decade on Ecosystem Restoration has been officially launched, which will run from 2021 to 30. United Nations Decade on Ecosystem Restoration will be co-led by the UN Environment Program, അതാണ് UNEP, and the Food and Agricultural Organization, അതായത് FAO. അപ്പം UNEPയും അതേപോലെ തന്നെ FAOയും ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷനും കൂടിയിട്ടാണ് ഈ ഒരു യുണൈറ്റഡ് നേഷൻസ് ഡെക്കേഡ് ഓൺ എക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ 2021-22 ലീഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത്. ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വായിച്ചു നോക്കാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 77th question. The portal Bal Swaraj, the portal Bal Swaraj COVID Care Link has been launched by which organization? Appo Bal Swaraj എന്ന് പറയുന്ന ഈ ഒരു പോർട്ടൽ ഏത് ഓർഗനൈസേഷൻ ആണ് ലോഞ്ച് ചെയ്തതെന്നാണ് ചോദ്യം. National Commission for Protection of Child Rights NCPCR has launched an online tracking portal Bal Swaraj. അപ്പൊ ഇതിനകത്തിൽ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. ബാൽ സ്വരാജ് ആണ്. അപ്പൊ ബാൽ എന്നുള്ള പേര് നമ്മൾ ചൈൽഡ് റൈറ്റ്സുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, അപ്പൊ ചൈൽഡ് റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്ന നാഷണൽ കമ്മീഷൻ ആണ് ഇത് ലോഞ്ച് ചെയ്തത് എന്നുള്ളത് ആലോചിക്കുക. അതിന്റെ ഫുൾ ഫോം ആണ് NCPCR എന്നുള്ളത്. RT-PCR അല്ല, NCPCR. ഞാനത് പറഞ്ഞത് ആ പേര് ഒന്ന് ഫുൾ ഫോം ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ NCPCR നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ടിങ് ചൈൽഡ് റൈറ്റ്സ് ആണ് ബാൽ സ്വരാജ് എന്ന് പറയുന്ന ഈ ഒരു പോർട്ടൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ബാൽ സ്വരാജ് എന്നുള്ള പേരായിരിക്കും ചിലപ്പോൾ ആൻസർ ആയിട്ട് ചോദിക്കാൻ സാധ്യത, ഓർത്തിരിക്കുക. സോ ലെറ്റ്സ് ഗോ ടു 78th question. Name the winner of the International Business Book of the Year Award for 2021. അപ്പൊ ഇന്റർനാഷണൽ ബിസിനസ് ബുക്ക് ഓഫ് ദ ഇയർ 2021 ഇന്റർനാഷണൽ ബിസിനസ് ബുക്ക് ഓഫ് ദ ഇയർ അവാർഡ് കിട്ടിയത് എന്താ? ദ ബുക്ക് ടൈറ്റിൽഡ് ട്രാൻസ്ഫോർമേഷൻ ഇൻ ടൈംസ് ഓഫ് ക്രൈസിസ്, ഓഥേർഡ് ബൈ നിതിൻ രാകേഷ് ആൻഡ് ജെറി വിൻഡ്, has won the prestigious International Business Book of the Year Award for 2021. അപ്പൊ ഏത് ബുക്ക്? ട്രാൻസ്ഫോർമേഷൻ ഇൻ ടൈംസ് ഓഫ് ക്രൈസിസ്, ട്രാൻസ്ഫോർമേഷൻ ഇൻ ടൈംസ് ഓഫ് ക്രൈസിസ്, authored by നിതിൻ രാകേഷ് ആൻഡ് ജെറി വിൻഡ്. നിതിൻ രാകേഷ് ആൻഡ് ജെറി വിൻഡ് എഴുതിയ ട്രാൻസ്ഫോർമേഷൻ ഇൻ ടൈംസ് ഓഫ് ക്രൈസിസ് എന്ന് പറയുന്ന ബുക്കിനാണ് ഇന്റർനാഷണൽ ബിസിനസ് ബുക്ക് ഓഫ് ദ ഇയർ അവാർഡ് 2021 ലഭിച്ചത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വായിച്ചു നോക്കാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, so let's go to 79th question. CBSE has collaborated with which tech giant to introduce coding and data science as new subjects in 2021-22 academic system അല്ലെങ്കിൽ സെഷൻ. ഓക്കെ, അപ്പൊ CBSE ഏതോ ഒരു ടെക് ജയന്റുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നു. എന്തിനാ? 2021-22 അക്കാഡമിക് സെഷനിൽ കോഡിങ്ങും ഡേറ്റാ സയൻസും പുതിയ സബ്ജക്റ്റ് ആയിട്ട് ഉൾപ്പെടുത്താനായിട്ട്. അപ്പൊ ആരുമായിട്ടാണ് ആ കൊളാബറേഷൻ? മൈക്രോസോഫ്റ്റുമായിട്ടാണ് ആ കൊളാബറേഷൻ. അപ്പോൾ CBSE മൈക്രോസോഫ്റ്റുമായിട്ടുള്ള കൊളാബറേഷൻ ആണ് ഇവിടെ പറയുന്നത്.
Both these new skilling subjects are being launched in line with the National Education Policy 2020. Coding and data science curriculum are focused on building critical thinking, computation skill, problem solving skill, creativity, and hands-on exposure to new technologies. In keeping with the NEP 2020, the introduction of these courses aim to build next generation skills in സ്റ്റുഡൻസ്. അപ്പൊ അത് എന്തിനൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വായിച്ചു നോക്കി മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പൊ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്താണ്, CBSEയും മൈക്രോസോഫ്റ്റും കൂടിയിട്ടാണ് ഈ ഒരു ടൈപ്പ് നടത്തിയത് എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 80th question. June 6 is dedicated to celebrate which official language recognized by the United Nations? അപ്പൊ ജൂൺ 6 എന്നുള്ളത് ഒരു സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഏത് ഒഫീഷ്യൽ ലാംഗ്വേജ് യുണൈറ്റഡ് നേഷൻ റെക്കഗ്നൈസ് ചെയ്ത ഏത് ഒഫീഷ്യൽ ലാംഗ്വേജ് സെലിബ്രേറ്റ് ചെയ്യാനാണ് ജൂൺ 6 ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. UN റഷ്യൻ ലാംഗ്വേജ് ഡേ ഈസ് ഒബ്സർവ്ഡ് എവറി ഓൺ 6th June. അപ്പം UN റഷ്യൻ ലാംഗ്വേജ് ഡേ ആണ് ജൂൺ 6 എന്ന് പറയുന്നത്. With the birthday of Alexander Pushkin, a Russian poet who is considered the father of modern Russian language. അപ്പം ഫാദർ ഓഫ് മോഡേൺ റഷ്യൻ ലാംഗ്വേജ് എന്നറിയപ്പെടുന്ന അലക്സാണ്ടർ പുഷ്കിന്റെ ബർത്ത്ഡേയും കൂടിയാണ് ഈ ജൂൺ 6 എന്ന് പറയുന്നത്. അതാണ് UN റഷ്യൻ ലാംഗ്വേജ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗോ ടു 81st question. What is the theme of the World Ocean Day 2021? അപ്പൊ 8th June ആണ് വേൾഡ് ഓഷ്യൻ ഡേ 21. അതിന്റെ തീം എന്താണ് എന്നാണ് ചോദ്യം. ദ ഓഷ്യൻ ലൈഫ് ആൻഡ് ലൈവ്ലിഹുഡ്സ് എന്നാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ദ ഓഷ്യൻ ലൈഫ് ആൻഡ് ലൈവ്ലിഹുഡ്സ്, ഇതാണ് അതിന്റെ തീം. ദ ഓഷ്യൻ ലൈഫ് ആൻഡ് ലൈവ്ലിഹുഡ്സ്. ഇതെന്താണ്, വേൾഡ് ഓഷ്യൻ ഡേ ആണ് ജൂൺ 8. അപ്പൊ ജൂൺ 8 വേൾഡ് ഓഷ്യൻ ഡേയുടെ തീമാണ് ദ ഓഷ്യൻ ലൈഫ് ആൻഡ് ലൈവ്ലിഹുഡ്സ് എന്നുള്ളത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 82nd question. Vishwavir Ahuja has been reappointed as the MD and CEO of which bank for further period of 1 year? അപ്പൊ വിശ്വവീർ അഹുജ എന്നുള്ളത് റീഅപ്പോയിന്റ് ചെയ്യപ്പെട്ടു ഏതോ ഒരു ബാങ്കിന്റെ MD and CEO. അത് ഏത് ബാങ്കിന്റെ MD and CEO എന്നാണ് ചോദ്യം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് അപ്പോയിന്റഡ് approved the reappointment of Vishwavir Ahuja as the managing director. പേരാണ് ഓർത്തിരിക്കേണ്ടത്. വിശ്വവീർ അഹുജ as the MD and CEO of private lender RBL Bank for further period of 1 year with effect from 30 June 2021. Ahuja is the head of the bank since 2010. RBL Bank headquarter Mumbai. അപ്പൊ മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള RBL ബാങ്കിന്റെ MD and CEO ആയിട്ട് വിശ്വവീർ അഹുജയുടെ റീഅപ്പോയിന്റ്മെന്റ് ന്യൂസ് ആണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ വിശ്വവീർ അഹുജ RBL ബാങ്കുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 83rd question. Which bank has approved a $500 million program to support India's nationwide initiative to revitalize the MSME sector, which has been heavily impacted by the COVID-19 crisis? അപ്പൊ ഏത് ബാങ്ക് ആണ് $500 million പ്രോഗ്രാം കൊണ്ടുവന്നത്? എന്തിന്? ടു സപ്പോർട്ട് ഇന്ത്യയുടെ നേഷൻ വൈഡ് ഇനീഷ്യേറ്റീവ്. എന്തിന്? MSME സെക്ടറിനെ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് COVID-19 ക്രൈസിസിൽ നിന്ന്. അപ്പൊ ആരാണ്, ഏത് ബാങ്കാണ് ഈ $500 million അപ്രൂവ് ചെയ്തത് എന്നാണ് നമ്മുടെ ചോദ്യം. ദ ബോർഡ് ഓഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് വേൾഡ് ബാങ്ക് ഹാസ് അപ്രൂവ്ഡ് $500 million പ്രോഗ്രാം ടു സപ്പോർട്ട് ഇന്ത്യ ഇൻ ഇറ്റ്സ് നേഷൻ വൈഡ് ഇനീഷ്യേറ്റീവ്. വേൾഡ് ബാങ്ക് ആണ് ദ ബോർഡ് ഓഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് വേൾഡ് ബാങ്ക് എന്ന് പറഞ്ഞാലും വേൾഡ് ബാങ്ക് ആണ് ഈ ഒരു $500 million പ്രോഗ്രാം ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, ഇന്ത്യൻ MSME സെക്ടറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 84th question. വേൾഡ് ബ്രെയിൻ ട്യൂമർ ഡേ ഈസ് സെലിബ്രേറ്റഡ് എവറി ഇയർ ഓൺ വിച്ച് ഡേറ്റ്? ജൂൺ 8 തന്നെയാണ് വേൾഡ് ബ്രെയിൻ ട്യൂമർ ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ വിച്ച് ഡേറ്റ്? അപ്പൊ അത് വേൾഡ് ട്യൂമർ ഡേ ഈസ് സെലിബ്രേറ്റഡ് എവറി ഓൺ June 8 to spread awareness about the deadly disease, ensure its early diagnosis, as well as pay tribute to brain tumor parents and their families. ഇതാണ് അതിന്റെ ആ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഇനിഷ്യേറ്റഡ് ബൈ ദ ജർമ്മൻ ബ്രെയിൻ ട്യൂമർ അസോസിയേഷൻ GBTA in 2000 എന്നും പറയുന്നുണ്ട്. അപ്പൊ June 8 ആണ് വേൾഡ് ബ്രെയിൻ ട്യൂമർ ഡേ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 85th question. Which international organization has launched a new global database named iFamilia? ഇതെന്താണ്? ഒരു ഗ്ലോബൽ ഡേറ്റാബേസ്ഡ് ആണ്, ന്യൂ ഗ്ലോബൽ ഡേറ്റാബേസ് ആണ് iFamilia എന്നുള്ളത്. ഇത് ഏത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് ലോഞ്ച് ചെയ്തത്? ഇനി iFamilia എന്താണ്? ടു ഐഡന്റിഫൈ
missing persons through family DNA and help the police solve cold cases in member countries. അപ്പോൾ ഒരു പേഴ്സണെ ഇപ്പം മിസ്സായി പോയി കഴിഞ്ഞാൽ ഫാമിലി DNA വെച്ച് അവരെ കണ്ടുപിടിക്കാനും പോലീസിനെ കേസിൽ സഹായിക്കാനും വേണ്ടിയിട്ട് ഒരു ഗ്ലോബൽ ഡേറ്റാബേസ്, ഇതാണ് ഐ ഫെമിലിയ എന്നുള്ളത്. ഇത് ഏത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് ലോഞ്ച് ചെയ്തത് എന്നാണ് ചോദ്യം. ദ റൈറ്റ് ആൻസർ ഈസ് ഇന്റർപോൾ. ഇന്റർനാഷണൽ പോലീസ് ഓർഗനൈസേഷൻ, അതാണ് ഇന്റർപോൾ, has launched a new global database named iFamilia. It will identify missing persons or unidentified human remains around the world through DNA of relatives. It is international organization facilitating international police cooperation against cross-border terrorism, trafficking and other crime. എന്താണ് ഇന്റർപോൾ എന്ന് പറഞ്ഞാണ്? ഇന്റർപോൾ has 194 member countries. It is not a unit or part of United Nations system. HQ ലയോൺ ആണ്, ഫ്രാൻസിലെ ലയോണിലാണ് ഈ ഇതിന്റെ ഇന്റർപോളിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. ഇന്റർപോൾ വാസ് ഫൗണ്ടഡ് ഇൻ 1923. ഇത്രയും കാര്യങ്ങൾ ആ ഒരു ന്യൂസിനെ ബേസ് ചെയ്ത് നമുക്ക് ഓർത്തിരിക്കാനായിട്ടുണ്ട്. അപ്പൊ ഹെഡ്ക്വാർട്ടേഴ്സ് എന്തായാലും ഓർത്തിരിക്കുക, ലയോൺ ഫ്രാൻസിലാണ് ഈ ഒരു ഇന്റർപോളിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത്. ഐ ഫാമിലിയ എന്നാണ് ഈ ഒരു ഡേറ്റാബേസിന്റെ പേര്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 86th question. Which state government has പ്രാൺവായു ദേവത പെൻഷൻ സ്കീം, അതായത് PVDPS, പ്രാൺവായു ദേവത പെൻഷൻ സ്കീം ഏത് സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് ഉള്ളത് എന്നാണ് ചോദ്യം. ഹരിയാന ഗവൺമെന്റ് ഹാസ് ലോഞ്ച് യുണീക്ക് ആൻഡ് ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ഇനിഷ്യേറ്റീവ് പ്രാൺവായു ദേവത പെൻഷൻ സ്കീം. PVDPS initiative will honor all those trees which are of the age of 75 years and above and have served humanity throughout their life by producing oxygen and shade, reducing pollution and so on. എന്താണ് PVDPF initiative? All those trees which are of the age of 75 years and above, മരങ്ങളെ ഓണർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് PVDPS. അതാണ് പ്രാൺവായു ദേവത പെൻഷൻ സ്കീം. അപ്പം ഓക്സിജനും ഷെയ്ഡും തന്ന് പൊല്യൂഷനെ റെഡ്യൂസ് ചെയ്യുന്നതിൽ 75 വർഷം അതിന് മുകളിലുമായിട്ട് ഹ്യൂമാനിറ്റിയെ സെർവ് ചെയ്തു എന്നാണ് അവർ കണക്കാക്കപ്പെടുന്നത്. ഓക്സിവാൻ എന്നുള്ളൊരു കാര്യം, അതായത് ഓക്സിവാൻ, ഓക്സിജൻ ഫോറസ്റ്റ്. Oxyvan are identified pieces of land on which as many as 3 crore trees would be planted on land ranging from 5 acres to 100 acres. അതാണ് ഓക്സിവാൻ, ഓക്സിജൻ ഫോറസ്റ്റ്. അതും ഈ ഒരു ന്യൂസിന്റെ കൂടെ തന്നെ റെഫറൻസ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പൊ പ്രാൺവായു ദേവത പെൻഷൻ സ്കീം ഹരിയാന ഗവൺമെന്റിന്റെ ആണ്, അത് ഓർത്തിരിക്കുക. ഹരിയാന ഗവൺമെന്റ് ആണ് ഈ ഒരു ട്രീസിനെ ഗോഡായിട്ട് കണക്കാക്കുന്നത്. അതായത് 75 വർഷത്തിന് മുകളിലുള്ള ട്രീസിനെ ഒരു ഹ്യൂമാനിറ്റി സെർവർ ആയിട്ട് കണ്ടുള്ളത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 87th question. What is India's rank in the State of India's Environment Report 2021 on 17 Sustainable Development Goal, SDG? അപ്പോൾ SDG ഇന്ത്യസ് എൻവയോൺമെന്റ് റിപ്പോർട്ടിൽ, SDGയുടെ ഇന്ത്യസ് എൻവയോൺമെന്റ് റിപ്പോർട്ട് 2021 ഇന്ത്യയുടെ റാങ്ക്, ഇന്ത്യസ് റാങ്ക് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യസ് എൻവയോൺമെന്റ് റിപ്പോർട്ട് എത്രയാണെന്നാണ് ചോദ്യം. ഇന്ത്യസ് റാങ്ക് ഹാസ് സ്ലിപ്ഡ് ബൈ 2 places from last year to 117 on the 17th Sustainable Development Goal, SDG, to adopt as part of the 2030 agenda by 193 United Nations member states in 2015. അപ്പൊ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? എൻവയോൺമെന്റ് റിപ്പോർട്ട് അനുസരിച്ച് 117ാമതാണ് ഇന്ത്യയുടെ റാങ്ക്. എൻവയോൺമെന്റ് റിപ്പോർട്ട് അനുസരിച്ച് 117ാമതാണ് ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത്. ഇന്ത്യസ് റാങ്ക് ബിലോ 4 സൗത്ത് ഏഷ്യൻ കൺട്രീസ്, ഭൂട്ടാൻ, നേപ്പാൾ, ശ്രീലങ്ക ആൻഡ് ബംഗ്ലാദേശ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടി അതിനകത്ത് നമുക്ക് നോട്ട് ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 88th question. Which state or UT attained the highest grade in the third edition of the Performance of Grading Index, PGI, for 2019-20 released by the Ministry of Education? For the third edition of Performance of Grading Index, ഇതാണ് PGI എന്ന് പറയുന്നത്, for 2019-20 was released by the Department of School Education and Literacy of the Ministry of Education. As per the grading index ranks, the states of Punjab, Chandigarh, Tamil Nadu, Kerala, Andaman and Nicobar has attained the highest grade, grade 1 I++, like 1++ for 2019-20 എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് which state or UT attained the highest grade എന്നാണ് ചോദ്യം. അപ്പോൾ as per the grading rank, the states of Punjab, Chandigarh, Tamil Nadu, Tamil Nadu, Kerala, Andaman and Nicobar has attained the highest grade. അതാണ് നമ്മുടെ ആൻസർ. The scores of the top performing state or UT are Punjab 929, Chandigarh 912, Tamil Nadu 906, Kerala 901, Andaman and Nicobar 901. ആരാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്?
പഞ്ചാബാണ് 929 പോയിന്റ്സുമായിട്ട് ഏറ്റവും മുകളിൽ നിൽക്കുന്നത് പഞ്ചാബാണ്. അപ്പോൾ പഞ്ചാബ് ഹാസ് അറ്റൈൻഡ് ദ ഹയസ്റ്റ് ഗ്രേഡ് ഇൻ ദ തേർഡ് എഡിഷൻ ഓഫ് ദി പെർഫോമൻസ് ഓഫ് ഗ്രേഡിംഗ് ഇൻഡെക്സ് PGI placed by the Ministry of Education. Okay, so let's go to 89th question. Which state has launched Knowledge Economy Mission? Knowledge Economy Mission launch ചെയ്തത് ഏത് സ്റ്റേറ്റ് ആണ് എന്നാണ് ചോദ്യം. Knowledge Economy Mission launch ചെയ്ത mission aims to enhance the job prospects in the state by supporting knowledge workers. The mission is headed by Kerala Development and Innovation Strategic Council, KDISC എന്ന് പറയും, and they will submit the report describing mentioned work progress before 15 July. The mission is basically a single program under which efforts will be taken to provide employment to educated people and support knowledge workers. Under the mission, basic facilities and social security system for knowledge workers who are working close to their homes and interacting with employers will be provided. The funds of the mission will be allotted through a knowledge economy fund. ഏത് സ്റ്റേറ്റ് ആണ് ലോഞ്ച് ചെയ്തത്? കേരള സ്റ്റേറ്റ് ആണ് ഇത് ലോഞ്ച് ചെയ്തത്. Okay, so let's go to 90th question. Abdullah Shahid was selected as the new president of UN General Assembly. UN General Assembly യുടെ പുതിയ പ്രസിഡന്റ് ആരാണ്? അബ്ദുള്ള ഷാഹിദ് ആണ്. He is the foreign minister of which country? ഏത് രാജ്യത്തിന്റെ ഫോറിൻ മിനിസ്റ്റർ ആണ് അബ്ദുള്ള ഷഹീദ് എന്ന് പറയുന്നത്? ഇതാണ് നമ്മുടെ ചോദ്യം. Maldives Foreign Minister Abdullah Shahid has been elected as the President of 76 United Nations General Assembly. അപ്പോൾ യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലിയുടെ പുതിയ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട അബ്ദുള്ള ഷഹീദ് എന്ന് പറയുന്നത് മാൽഡീവ്സിന്റെ ഫോറിൻ മിനിസ്റ്റർ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്. മാൽഡീവ്സ് ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള അബ്ദുള്ള ഷഹീദ് ആണ് ജൂൺ ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റ് ആയിട്ട് എലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. So let's go to 91st question. In June 2021, India has been elected as the member of which UN body for 3-year terms of 2020-24? അപ്പോൾ ഇന്ത്യ എലക്ട് ചെയ്തു എന്ത്? ആസ് എ മെമ്പർ ഓഫ് വിച്ച് UN body? ഏത് UN ബോഡിയുടെ മെമ്പർ ആയിട്ടാണ് ഇന്ത്യ എലക്ട് ചെയ്തത്? ഫോർ എ പീരീഡ് ഓഫ് 3 years. ഇന്ത്യ ഹാസ് ബീൻ എലക്ടഡ് ആസ് ദ മെമ്പർ ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, എക്കോസോക്ക് എന്ന് പറയും. ECOSOC, അതാണ് യുണൈറ്റഡ് നേഷൻസ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, എക്കോസോക്കിന്റെ മെമ്പർ ആയിട്ടാണ് ഇന്ത്യ എലക്ട് ചെയ്യപ്പെട്ടത്. 2022 മുതൽ 24 വരെയുള്ള ഒരു 3-year ടേംസിലേക്കാണ് ഈ ഒരു മെമ്പർഷിപ്പ് വന്നിരിക്കുന്നത് എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. ഇനി അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. എക്കോസോക്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂയോർക്കിലാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 92nd question. Who has been appointed as the chairman of the Petroleum and Natural Gas Authority Board, PNGRB, Petroleum Natural Gas Regulatory Board? അപ്പോൾ ഇതിന്റെ ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ആരാണ്? ഫോർമർ പവർ സെക്രട്ടറി സഞ്ജീവ് നന്ദൻ സഹായ്. അപ്പൊ സഞ്ജീവ് നന്ദൻ സഹായ് എന്നുള്ള പേര് ഓർത്തിരുന്നാൽ മതി. അപ്പം എന്താ, ഓയിൽ ആൻഡ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡിനെ സഹായിക്കാൻ എന്ന് വെച്ചാൽ മതി. അപ്പം സഹായ് എന്നുള്ള പേര് ഓർത്തിരിക്കുക, അതിനാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ സഞ്ജീവ് നന്ദൻ സഹായ് ആണ്, ഫോർമർ പവർ സെക്രട്ടറി ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ അദ്ദേഹമാണ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡിന്റെ ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്. അതിനെപ്പറ്റി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ വായിച്ചു നോക്കി മനസ്സിലാക്കാവുന്നതാണ്. സോ ലെറ്റ്സ് ഗോ ടു 93rd question. Which country to hand over the MH-60 Romeo multi-role helicopters to Indian Navy? അപ്പൊ ഏത് രാജ്യമാണ് MH-60 റോമിയോ മൾട്ടി-റോൾ ഹെലികോപ്റ്റേഴ്സ് ഇന്ത്യൻ നേവിക്ക് കൊടുക്കുന്നത് എന്നാണ് ചോദ്യം. ഇന്ത്യൻ നേവി is set to receive 3 MH-60 റോമിയോ helicopters from USA in July 22. അപ്പൊ USA കയ്യിൽ നിന്നാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ കയ്യിൽ നിന്നാണ് ഇന്ത്യൻ നേവി 3 MH-60 റോമിയോ ഹെലികോപ്റ്റേഴ്സ് റിസീവ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ MH-60 റോമിയോ മൾട്ടി റോൾ ഹെലികോപ്റ്റേഴ്സ് ആരുടെ കയ്യിൽ നിന്നാണ് മേടിക്കുന്നത്? USA കയ്യിൽ നിന്നാണെന്നുള്ളത് ഓർത്തിരിക്കുക. സോ ലെറ്റ്സ് ഗോ ടു 94th question. റൈമോണ becomes the 6th national park of which state? റൈമോണ എന്ന് പറയുന്നത് 6ാമത്തെ നാഷണൽ പാർക്കാണ്. ഏത് സ്റ്റേറ്റിലെ 6ാമത്തെ നാഷണൽ പാർക്കാണ് റൈമോണ എന്ന് പറയുന്നത്? Raimona Reserve Forest in Assam has been upgraded as the national park. It will now be the 6th national park in Assam.
റായ്മൊന റിസർവ് ഫോറസ്റ്റ് ഒരു നാഷണൽ പാർക്കായിട്ട് അപ്ഗ്രേഡ് ചെയ്തു. അത് ആസാമിലാണ്. ആസാമിലെ 6ാമത്തെ നാഷണൽ പാർക്കാണ് റായ്മൊന എന്ന് പറയുന്നത്. 6ാമത്തെ നാഷണൽ പാർക്കാണ് റായ്മൊന എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻ കോക്രാജഹർ ഡിസ്ട്രിക്ട്. കോക്രാജഹർ ഡിസ്ട്രിക്റ്റിലാണ് അണ്ടർ ബോഡോ ലാൻഡ് ടെറിട്ടോറിയൽ റീജിയൻ BTR സ്പ്രെഡ് ഓവർ 422 സ്ക്വയർ കിലോമീറ്റർ. ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതർ 5 നാഷണൽ പാർക്ക് പറയുന്നുണ്ട്. കാസിരംഗ, മനാസ്, നിമേരി, ദിബ്രു സായ്ഖോവ ആൻഡ് ഒറാങ് നാഷണൽ പാർക്ക്. ഇതിന്റെ കൂടെ 6ാമത്തെ നാഷണൽ പാർക്കാണ് ഏത്? റായ്മൊന എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 95th ക്വസ്റ്റ്യൻ. Which institution ranked as the best Indian university in Times University ranking 2021? അപ്പൊ ടൈംസ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ബെസ്റ്റ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്? 3 Indian universities have made it to the top 100 list of Times Higher Education Asia University ranking. Apart from it, 63 Indian universities found place in 2021 list. Okay. IISc Bangalore has been ranked 37th for the 7th year in a row. The other 2 universities in top 100 is IIT Ropar 55 and IIT Indore 78. Now, IISc Bangalore ആണ് ബെസ്റ്റ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി. ബംഗളൂരു IISc ആണ് ബെസ്റ്റ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ടൈംസ് യൂണിവേഴ്സിറ്റി റാങ്കിങ്സിൽ. ബാക്കിയുള്ളത് IIT റോപ്പാറും IIT ഇൻഡോറുമാണ്. 55, 78 എന്നിങ്ങനെയാണ് അവരുടെ റാങ്കുകൾ വന്നിട്ടുള്ളത്. ഇന്ത്യ ഈസ് റാങ്ക്ഡ് 3rd ഇൻ റെപ്രസെന്റേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി. അപ്പം യൂണിവേഴ്സിറ്റി റെപ്രസെന്റേഷനിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 3ാമതാണ്. ജപ്പാനാണ് 1ാമത്, 2ാമത് ചൈനയാണ് എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആലോചിക്കുക. ബെസ്റ്റ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി IISc ബംഗളൂരു ആണ്. അത് ടോപ്പ് 100ൽ വന്നിരിക്കുന്നതിൽ 37ാമതാണ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 96th ക്വസ്റ്റ്യൻ. Which country will host the inaugural International Hockey Federation Hockey Fivers World Cup? അപ്പൊ ഏത് രാജ്യമാണ് ഹോസ്റ്റ് ചെയ്യുന്നത്? എന്ത്? ഇനാഗുറൽ ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ വേൾഡ് കപ്പ്. മസ്കറ്റ്, the capital city of Oman, has been picked up the host city for the inaugural Hockey Fivers World Cup men and women by the International Hockey Federation. International Hockey Federation ഒരു ഹോക്കി വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുന്ന ആരാണ്? ഒമാന്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള മസ്കറ്റ് ആണ്. ഓർത്തിരിക്കുക, ഹോക്കി ഫൈവേഴ്സ് വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുന്നത് മസ്കറ്റ് ആണ്. ഒമാന്റെ ക്യാപിറ്റൽ സിറ്റി ആണ് മസ്കറ്റ് എന്ന് പറയുന്നത്. ദ വേൾഡ് കപ്പ് വിൽ ടേക്ക് പ്ലേസ് ഇൻ ജാനുവരി 2024. 2024 ജാനുവരിയിലാണ് ഇത് നടക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 97th ക്വസ്റ്റ്യൻ. Which Indian footballer has surpassed Argentina's global superstar Lionel Messi to become the second highest active international goal scorer with 74 strikes? Indian football talisman സുനിൽ ഛേത്രി. അപ്പൊ ഇന്ത്യൻ ഫുട്ബോളർ ആയിട്ടുള്ള സുനിൽ ഛേത്രി ആരെ സർപ്പാസ് ചെയ്തു? അർജന്റീനയുടെ ഗ്ലോബൽ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ലയണൽ മെസ്സിയെ ഓവർകം ചെയ്തു. എന്തിന്? ടു ബിക്കം ദ സെക്കൻഡ് ഹയസ്റ്റ് ആക്റ്റീവ് ഇന്റർനാഷണൽ ഗോൾ സ്കോറർ. അപ്പം ഏറ്റവും സെക്കൻഡ് ഹയസ്റ്റിൽ 2ാം സ്ഥാനത്ത് എന്ത്? ഇന്റർനാഷണൽ ഗോൾ സ്കോറർ, ആക്റ്റീവ് ഇന്റർനാഷണൽ ഗോൾ സ്കോററിൽ 74 സ്ട്രൈക്കോട് കൂടിയിട്ട് സുനിൽ ഛേത്രി ആരെ സർപ്പാസ് ചെയ്തു? ലയണൽ മെസ്സിയെ സർപ്പാസ് ചെയ്തു. ഇനി 36 ഓൾഡ് സുനിൽ ഛേത്രി അച്ചീവ് ദ സ്റ്റാഗറിംഗ് ഫീറ്റ്. അത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട്. സീസൺ സ്ട്രൈക്കർ ഹു ഹെൽപ്ഡ് ഇന്ത്യ രജിസ്റ്റർ ഫസ്റ്റ് വിൻ ഇൻ ദ 6 years ഓഫ് വേൾഡ് കപ്പ് ക്വാളിഫയർ നൗ സ്റ്റാൻഡ് ഓൺലി ബിഹൈൻഡ് പോർച്ചുഗൽസ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇൻ ദ ആക്റ്റീവ് ഇന്റർനാഷണൽ ഗോൾ സ്കോറർ. ക്രിസ്ത്യാനോ റൊണാൾഡോ മാത്രമേ സുനിൽ ഛേത്രിയുടെ മുന്നിലുള്ളൂ എന്നും പറയുന്നുണ്ട്. ഛേത്രി ലീഡ്സ് ബാഴ്സലോണ സ്റ്റാർ മെസ്സി ബൈ 2 goals and sits a place above Ali Maghbout of the UAE who sits 3rd to the list with 73 strikes to his name. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്, നോട്ട് ചെയ്യുക. സോ ലെറ്റ്സ് ഗോ ടു 98th ക്വസ്റ്റ്യൻ. The domestic credit rating agency CRISIL has revised the GDP growth estimate of India in financial year 2021-22 to എത്രയാണ്? The domestic credit agency CRISIL has revised the GDP growth estimates of India in financial year 2022 to 9.5%. RBIയുടെ സെയിം ആണ്, 9.5% from the earlier estimate of 11%. 11ൽ നിന്ന് 9.5 ആക്കിയിട്ടാണ് ഇപ്പോൾ അവര് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്. ഇനി അതിനെപ്പറ്റി ഡീറ്റെയിൽ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. എല്ലാം COVID-19 കാരണമാണെന്നുള്ളതും അവരോട് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 99th ക്വസ്റ്റ്യൻ. Who has been appointed as the election commissioner? The union government has appointed Anup Chandra Pandey, a retired IAS officer of the 1984 batch, Uttar Pradesh Cadre's election commissioner. Anup Chandra Pandey എന്നുള്ള പേര് ഒത്തിരി
ഉത്തർപ്രദേശ് കേഡറിലെ റിട്ടയർഡ് IAS ഓഫീസറാണ് ആര്? അനൂപ് ചന്ദ്ര പാണ്ഡെ. അതിനെ പറ്റിയ ഡീറ്റെയിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 100th question. So 100th question നോക്കാം. The World Accreditation Day, WAD, WAD, is celebrated every year on dash. ഇപ്പോൾ വേൾഡ് അക്രഡിറ്റേഷൻ ഡേ എന്നാണ്, ഏത് ഡേയിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജൂൺ 9-നാണ് എന്ത് വേൾഡ് അക്രഡിറ്റേഷൻ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. വേൾഡ് അക്രഡിറ്റേഷൻ ഡേ ഈസ് ഒബ്സർവ്ഡ് എവറി ഓൺ 9th June ടു പ്രൊമോട്ട് ദ റോൾ ഓഫ് അക്രഡിറ്റേഷൻ ഇൻ ട്രേഡ് ആൻഡ് എക്കണോമി. എക്കണോമിയിലും ട്രേഡിലുമുള്ള അക്രഡിറ്റേഷനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടാണ് ഈ ഒരു വേൾഡ് അക്രഡിറ്റേഷൻ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അത് ജൂൺ 9-നാണ്. തീം എന്ന് പറയുന്നത് അക്രഡിറ്റേഷൻ സപ്പോർട്ടിംഗ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. അതാണ് അതിന്റെ തീം. അക്രഡിറ്റേഷൻ supporting the implementation of SDG. Accreditation supporting the implementation of SDG. അതാണ് വേൾഡ് അക്രഡിറ്റേഷൻ ഡേയുടെ തീം എന്ന് പറയുന്നത്. വേൾഡ് അക്രഡിറ്റേഷൻ ഡേ എന്നാണ് ജൂൺ 9-നാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ടോപ്പ് 100 ന്യൂസസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ജൂൺ ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പ് 100 ന്യൂസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. SBI ക്ലർക്കിന്റെ മെയിൻസിനും അതേപോലെ തന്നെ IBPS RRB മെയിൻസിനും ഇനി വരാൻ പോകുന്ന IBPS PO ക്ലർക്ക് മെയിൻസിനും ഈ ഒരു ജനറൽ അവയർനെസ് നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ 2-3 തവണ കാണുക. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ആൻസർ ചെയ്യാൻ പറ്റുന്നത് വരെ കാണുക. സോ വരുന്ന എക്സാമിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തയ്യാറെടുക്കുക. ദാറ്റ്സ് ഓൾ ഫോർ നൗ. താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.